Good morning. Okay, ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തായിരുന്നല്ലേ? ചാപ്റ്റർ 8 ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ബേസിക്സ്. അതിന്റെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ 1-2-3 പാരഗ്രാഫ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അല്ലേ? എന്താ പറഞ്ഞേക്കുന്നത്? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം പ്രൊവൈഡ്സ് ദ ഫസ്റ്റ് എന്താ നമ്മൾ പറഞ്ഞത്? എന്താണ് നമുക്ക് വിവരങ്ങളുടെ ഒരു ഡിജിറ്റലൈസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞല്ലേ? എന്താണ് നമുക്ക് വേണ്ട ഹോസ്പിറ്റലിലേക്ക് പേഷ്യൻസിന്റെ ഹിസ്റ്ററി, ഡോക്ടറിന്റെ ഷെഡ്യൂളിംഗ് ടൈം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ എന്താ ആ സിസ്റ്റത്തില് അല്ലെ, ആ ഡിജിറ്റലൈസ്ഡ് സിസ്റ്റത്തിന് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ നമുക്ക് പേഷ്യൻസിനാണെങ്കിലും സ്റ്റാഫുകൾക്കാണെങ്കിലും അവിടെ പെട്ടെന്ന് നമുക്ക് ടൈം ഒക്കെ ഒത്തിരി ലാഗ് ചെയ്യാതെ അല്ലെ, പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒരു തെറ്റില്ലാത്ത രീതിയിൽ കറക്റ്റ് ആയിട്ടും എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാനും ഒക്കെ സഹായിക്കുന്നു. അപ്പൊ അതിനകത്ത് നമുക്ക് കമ്പോണൻസ് നെക്സ്റ്റ് പഠിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോയിന്റ്മെന്റുകളില് പേഷ്യന്റ് മാനേജ് ചെയ്യുന്ന കാര്യങ്ങള്, അങ്ങനെ ഒരു നമുക്ക് എത്ര 11 കമ്പോണൻസ് ഓരോന്ന് ഡീറ്റെയിൽ പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നോക്കാം കേട്ടോ. നമ്മൾ എന്താ പറഞ്ഞത് അവിടെ? നമ്മള് ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞല്ലേ. അപ്പൊ എന്തായാലും എന്താ, നിങ്ങൾ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡിജിറ്റലൈസ്ഡ് സിസ്റ്റം ആണ്. എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണ് അല്ലെ. എല്ലാ കാര്യങ്ങളും സിസ്റ്റത്തിൽ സൂക്ഷിച്ച് സ്റ്റോർ ചെയ്ത് വെച്ചേക്കാണ്. ഓരോ ഫയലുകളാക്കിയിട്ടൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നു. അപ്പൊ നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്കത് എന്ത് ചെയ്യാം, ഒരു പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ വളരെയധികം പ്രയോജനപ്രദമാണ്. ഹോസ്പിറ്റലിൽ അതിന്റെ ആപ്ലിക്കേഷനും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അപ്പൊ അതിനകത്ത് നമുക്ക് ഇവിടെ ഒരു ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കിയേ, ആ ഒരു പിക്ചർ കണ്ടോ അവിടെ? ഹെൽത്ത് കെയർ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ നമ്മൾ പറഞ്ഞത് എന്താ? ഡിജിറ്റലൈസ്ഡ് സിസ്റ്റം അല്ലെ. ഹെൽത്ത് കെയർ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഒരു ഡിജിറ്റലൈസ്ഡ് സിസ്റ്റം ആണ്. ദാറ്റ് ഹെൽപ്പ് ഇൻ കൺട്രോളിംഗ് ദ ഹെൽത്ത് ഇൻഫർമേഷൻ ഓഫ് ദ പേഷ്യന്റ് ഇൻ എ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലെ പേഷ്യൻസിന്റെ ഇൻഫർമേഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ഡിജിറ്റലൈസ്ഡ് സിസ്റ്റം, അതാണ് ഹെൽത്ത് കെയർ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. എന്താ? ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ് അല്ലെ, ഹെൽത്ത് ഇൻഫർമേഷൻസ് കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഡിജിറ്റലൈസ്ഡ് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ഹെൽത്ത് കെയർ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ, ആ പിക്ചറിന്റെ മുകളിൽ കാണുന്ന ആ സെന്റൻസ്. ഓക്കെ, is a digitalized system that help in controlling the health information of the patient. എവിടത്തെയാണ്? in a health care facility. ഇത് നോക്കിയേ നിങ്ങള്. ഇനി ഇവിടെ ഒരു പിക്ചർ ആണ് തന്നേക്കുന്നത്. അതായത് ഇവിടെ പറഞ്ഞേക്കുന്നത് ഒരു പേഷ്യന്റ് ഐ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഉള്ള അവിടുത്തെ പ്രൊസീജിയർ കാര്യങ്ങളാണ് അവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ. ഒരു പേഷ്യന്റ് ഐ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ പറഞ്ഞേക്കുന്നത്. ഓക്കെ, പിക്ചർ കണ്ടോ? അതിന് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന താഴെ എൻക്വയറി അല്ലെങ്കിൽ റിസപ്ഷൻ കണ്ടോ? ഏറ്റവും താഴെ കണ്ടോ പിക്ചറില്? ഏറ്റവും താഴെ ഫസ്റ്റ് നമ്മൾ ചെല്ലുന്നത് എങ്ങോട്ടേക്കാണ്? നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക്, ഇവിടെ ഐ ഹോസ്പിറ്റലിൽ പോകുന്നത് ആട്ടോ കാണിച്ചേക്കുന്നത്. ഐ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതാണ് ഫസ്റ്റ്. നോക്കിയേ, എൻക്വയറി അല്ലെങ്കിൽ റിസപ്ഷൻ. ഫസ്റ്റ് നമ്മൾ ചെല്ലുന്നത് റിസപ്ഷൻ ഏരിയ അല്ലെങ്കിൽ എൻക്വയറിയിലേക്കാണ് നമ്മൾ ചെല്ലുന്നത് അല്ലെ. എന്നിട്ട് അവിടെ നിന്ന് നേരെ എന്താ? രജിസ്ട്രേഷൻ. നമ്മൾ രജിസ്റ്റർ ചെയ്യും അല്ലെ, രജിസ്ട്രേഷൻ എടുക്കും. അപ്പൊ എന്നിട്ട് അവിടെ നിന്ന് നെക്സ്റ്റ് നോക്കി ആരോഗ്യ പല രീതിയിലൂടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കോമൺ ആയിട്ട് 1-2 രീതി നമുക്ക് ഇതിനകത്ത് നോക്കാം. ഇതിൽ നിന്നൊന്നും ക്വസ്റ്റ്യൻസ് വരില്ല കേട്ടോ. പിക്ചറിൽ നിന്നൊന്നും ക്വസ്റ്റ്യൻ ഇല്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് തന്നേക്കുന്നുള്ളൂ. അപ്പൊ ഫസ്റ്റ് എങ്ങോട്ട് ചെല്ലുന്നു? എൻക്വയറി അല്ലെങ്കിൽ റിസപ്ഷനിലേക്ക് ചെല്ലുന്നു. അവിടെ നിന്ന് നേരെ എന്ത് ചെയ്യുന്നു? അവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നു, രജിസ്ട്രേഷൻ എടുക്കുന്നു. എന്നിട്ട് എന്താണ്? മെഡിക്കൽ റെക്കോർഡ്സ് അല്ലെ. പുതിയ റെക്കോർഡാണെങ്കിൽ പുതിയത് നമ്മൾ എടുക്കും, അല്ലെങ്കിൽ പഴയതുണ്ടെങ്കിൽ നമ്മുടെ ചാർട്ടൊക്കെ ഇല്ലേ, അത് അവിടെ നിന്ന് രജിസ്റ്റർ ചെയ്തിട്ട് അതെടുക്കും അല്ലെ, മെഡിക്കൽ റെക്കോർഡ്സ്. എന്നിട്ട് അടുത്ത് എന്താ? ക്ലിനിക്കൽ എക്സാമിനേഷൻ നടത്തും.
അല്ലെ? കണ്ണൊക്കെ നമ്മൾ നോക്കൂലേ, അവര് ആ ഡോക്ടറിന്റെ അടുത്ത് മുന്നേ ചെല്ലണേക്കാൾ മുന്നേ ഒന്ന് ടെസ്റ്റ് ഒക്കെ ചെയ്യൂലേ? അവിടുത്തെ സ്റ്റാഫ് നേഴ്സ് ഒക്കെ ആണെങ്കിലും അവിടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് ഡീറ്റെയിൽ ഒക്കെ കൊണ്ടാണ് നമ്മൾ പിന്നെ ഡോക്ടറിനെ കാണാൻ പോകുന്നത്, അല്ലെ? അപ്പൊ കണ്ണിന്റെ കാഴ്ചയൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യും, അങ്ങനെയൊക്കെ ക്ലിനിക്കൽ എക്സാമിനേഷൻ നടത്തും. അതിനുശേഷം നടത്തിയ ഇൻവെസ്റ്റിഗേഷൻ, നെക്സ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ നടത്തും. എന്തെങ്കിലും അന്വേഷണങ്ങൾ ഇതുപോലെ നമ്മൾ വായിപ്പിക്കുമോ, അല്ലെ? കണ്ണിനൊക്കെ ആണെങ്കിലും എന്തെങ്കിലും പ്രശ്നമായിട്ട് ചെന്ന് അവര് കണ്ണിന്റെ കാഴ്ചയൊക്കെ ടെസ്റ്റ് ചെയ്യാനായിട്ട് വായിപ്പിക്കുകയൊക്കെ ചെയ്യും, ഇല്ലേ? വായിപ്പിക്കോ, അല്ലെങ്കിൽ കണ്ണടകൾ എന്തെങ്കിലും മാറ്റേണ്ടതോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അതിന്റെ പവർ ഒന്ന് ചെക്ക് ചെയ്യുകയോ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവിടെ ചെയ്യും. എന്നിട്ട് നെക്സ്റ്റ് നമ്മൾ പറയുന്നത്, അപ്പൊ വീണ്ടും നോക്കി അത് ആരോമാർക്ക് തിരിച്ചും വരുന്നുണ്ട് കേട്ടോ. ആ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് പിന്നെ വീണ്ടും ക്ലിനിക്കൽ എക്സാമിനേഷനിലേക്ക് വന്നിട്ട് നമുക്ക് എക്സിറ്റ് ചെയ്ത് പോകാം. അത് അവിടെ ബില്ലും കാര്യങ്ങളും സെറ്റ് ചെയ്ത് പോകാം. ഇനി അല്ലെങ്കിൽ ക്ലിനിക്കൽ എക്സാമിനേഷൻ നടത്തിയിട്ട് ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്തു, നേരെ അങ്ങോട്ട് പേഷ്യന്റ് കൗൺസിലിംഗ്. കണ്ടോ, ആരോമാർക്ക് ക്ലിനിക്കൽ എക്സാമിനേഷനിൽ നിന്ന് നേരെ പോയേക്കണുണ്ടോ? അപ്പൊ ഇങ്ങോട്ടാണ് പേഷ്യന്റ് കൗൺസിലിംഗ്. പേഷ്യന്റ് കൗൺസിലിംഗ്, അവർക്ക് എന്തെങ്കിലും കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പോകുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, പേഷ്യന്റ് കൗൺസിലിംഗിന് ശേഷം നമുക്ക് അവിടെ അഡ്മിറ്റ് ആക്കുന്ന പേഷ്യൻസ് ആണെങ്കിൽ നേരെ അഡ്മിഷൻ പറയും, അഡ്മിറ്റ് ആക്കും. അഡ്മിറ്റ് ആക്കിയിട്ട് എന്ത് ചെയ്യും, നേരെ വാർഡിലേക്ക് കൊണ്ടുപോരും. എന്നിട്ട് വാർഡിൽ നിന്ന് സർജറിയോ കാര്യങ്ങളോ ഒക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യുന്നു, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റുന്നു. ഇനി സർജറി കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം തിരിച്ച് അവരെ വാർഡിലേക്ക് മാറ്റുന്നു. അവിടുന്ന് നേരെ എക്സിറ്റ് ചെയ്തു, ബില്ലും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തിട്ട് എക്സിറ്റ് ആയി പോകുന്നു. ഉണ്ടോ? അപ്പൊ പൊതുവെ ഒരു ഹോസ്പിറ്റലില് ചെന്നാൽ ചെയ്യേണ്ട ഒരു പ്രവർത്തനങ്ങളൊക്കെയാണ് അവിടെ ഇങ്ങനെ പിക്ചറൈസ് ചെയ്ത് കാണിച്ചേക്കുന്നത്. അപ്പൊ നേരെ ക്ലിനിക്കൽ എക്സാമിനേഷൻ നടത്തിയിട്ട് മെഡിസിൻസോ കണ്ണടയൊക്കെ മാറ്റോ ഗ്ലാസ് ഒക്കെ മാറ്റോ ഒക്കെ നടത്തിയിട്ട് നേരെ എക്സിറ്റ് ചെയ്തിട്ട് പോകാം, അങ്ങനെ പോകാം. പിന്നെ നമ്മൾ കുറച്ചും കൂടി ഇതൊക്കെ ആണെങ്കിൽ എന്താ പറയാ, അഡ്മിറ്റ് ആക്കണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ആ ഒരു സെഗ്മെന്റിലേക്ക് പോയാൽ മതി. ഓക്കെ, ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, അടുത്ത നോക്കിയ കമ്പോണൻസ് ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് ഏതെങ്കിലുമൊക്കെ നമുക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് ആദ്യം മനസ്സിലാക്കി വെക്കണം. 11 എണ്ണം പഠിക്കാറുണ്ട് കേട്ടോ. അതിൽ ഫസ്റ്റ് ആണ് അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ്. കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ എന്താ? കമ്പോണന്റ് എന്ന ഘടകങ്ങൾ. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ ഓരോ സെക്ഷനാണ്, ഒരുമിച്ച് ഓരോ ഇതല്ല. ഫസ്റ്റത്തെയാണ് അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ്. നമ്മൾ അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുക്കൂലേ, അല്ലെ? അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ്. മാനേജിംഗ് അപ്പോയിന്റ്മെന്റ്സ് മാനുവലി ഈസ് നോട്ട് ഓൺലി മോണോട്ടോണസ്. മോണോട്ടോണസ് എന്ന് പറഞ്ഞാൽ മടുപ്പുളവാക്കുക. അതായത് നമുക്ക് മാനുവലി അപ്പോയിന്റ്മെന്റ് എടുക്കുക എന്നുള്ളത് എങ്ങനെയാണ്? അതൊരു മടുപ്പുളവാക്കുന്ന കാര്യമാണ്. ഒരാൾ ഇരുന്നിട്ട് അപ്പോയിന്റ്മെന്റ് മുഴുവനും എടുക്കുക എന്നുള്ളത് മാനുവലി ആയിട്ട്, ഇപ്പൊ നമ്മൾ അപ്പോയിന്റ്മെന്റ് വിളിക്കാൻ നമ്മുടെ പേര് എഴുതി ഡീറ്റെയിൽ എഴുതി ഏത് ഡോക്ടറാണ് നമ്പർ അങ്ങനെ പറയാൻ ബുദ്ധിമുട്ടല്ലേ? ഇപ്പൊ നമുക്ക് എല്ലാ അപ്പോയിന്റ്മെന്റിന് എന്തിനുള്ള ഫെസിലിറ്റി ഉണ്ട്? നമുക്ക് ഓൺലൈനായിട്ട് തന്നെ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്, അല്ലെ? നമ്മൾ അത് ആ കോള് അങ്ങനെ നമ്മൾ അത് കണക്ട് ചെയ്തേക്കുക, സിസ്റ്റമായിട്ട് കണക്ട് ചെയ്തേക്കുവാണ്. നമുക്ക് വിളിച്ച് നമുക്ക് ഇന്ന ആരെയാ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഡയറക്റ്റ് വേഗം അപ്പോയിന്റ്മെന്റ് എടുക്കാം. അപ്പൊ ഒരു മാനുവലി, അതായത് ഒരാള് അവിടെ ഇരുന്ന് അപ്പോയിന്റ്മെന്റ് എടുക്കുക എന്നുള്ളത് എന്താ, മടുപ്പുളവാക്കുന്ന കാര്യമാണ്. ബട്ട് അത് മാത്രമല്ല, ഓൾസോ ഇൻക്രീസ് ദ എൻഹാൻസ് ഓഫ് മേക്കിംഗ് ആൻഡ് ഇറർ. എന്ത് പറ്റാനും കൂടി ചാൻസ് ഉണ്ട്? പെശകുകൾ പറ്റാൻ ചാൻസ് ഇല്ലേ? തെറ്റ് പറ്റാൻ ചാൻസ് ഇല്ലേ? നമ്മളിപ്പോ വിളിച്ചു പറയുമ്പോ നമ്മുടെ പേര് എഴുതണല്ലോ, അല്ലെങ്കിൽ ഇപ്പൊ ഡോക്ടർ എറേഴ്സ് വരാൻ സാധ്യതയുണ്ട്. എന്തായാലും നമ്മൾ ഈ സിസ്റ്റം ചെയ്യുന്നത് മനുഷ്യന്മാര് ചെയ്യുന്നതിൽ ഒത്തിരി വ്യത്യാസം ഉണ്ട്, അല്ലെ? അപ്പൊ സിസ്റ്റത്തിനാകുമ്പോ തെറ്റ് പറ്റില്ല, അല്ലെ? മിസ്റ്റേക്ക് ഒന്നും വരില്ല. അപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ മാനുവലായിട്ട് അപ്പോയിന്റ്മെന്റ് എടുക്കുമ്പോൾ ചിലപ്പോ എന്താ, നമുക്കത് മടുപ്പുളവാക്കുന്നുള്ളത് മാത്രമല്ല, എന്ത് പറ്റുന്നു, അതിൽ ചിലപ്പോ ഇററുകള് പിശകുകൾ വരാനുള്ള സാധ്യതയുമുണ്ട്. ഇവന്റെ റീസെന്റ് സ്റ്റഡി, ഈ അടുത്തിടെ നടത്തിയ പഠനത്തില് 68% പേഷ്യൻസ് നോക്കിയേ, 68% of the patients said they were more inclined to choose a hospital where they could schedule
alter എന്ന് വെച്ചാൽ മാറ്റം വരുത്തുക, ചേഞ്ച് ചെയ്യുക, or cancel appointments online. കണ്ടോ, ഈ അടുത്തിടെ നടത്തിയ പഠനങ്ങളില് 68% പേഷ്യൻസും എന്തിനാണ് അവര് ഇൻക്ലൈൻഡ് എന്ന് പറഞ്ഞാൽ പ്രവണത കാണിക്കുക. എന്തിനുള്ള പ്രവണത അവര് കാണിക്കുന്നത്? എന്തിനാണ്? they got schedule, അവർക്ക് അപ്പോയിന്റ്മെന്റ് സ്വയം ഷെഡ്യൂൾ ചെയ്യാനോ അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ്സിൽ മാറ്റങ്ങൾ വരുത്താനോ ക്യാൻസൽ അപ്പോയിന്റ്മെന്റ് ക്യാൻസൽ ചെയ്യാനോ ഒക്കെ ഏതിൽ കൂടെ? ഓൺലൈനായിട്ട്. കണ്ടോ, ഓൺലൈനായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നതിലേ ആണ് ഇന്ന് പേഷ്യൻസിന് ചായ്വ്. നമുക്കും അതല്ലേ താല്പര്യം അല്ലെ? ഓൺലൈനാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആ ബുക്കിങ്ങും കാര്യങ്ങളും എല്ലാം കഴിയും. നമുക്ക് പേടിക്കുകയും വേണ്ട, കറക്റ്റായി നമ്മുടെ ഇത് അവിടെ എത്തി, അല്ലെങ്കിൽ നമുക്ക് അത് ടെൻഷൻ ഫ്രീ ആണ്. നമ്മളാണെങ്കിൽ ഇപ്പൊ നമുക്ക് ടൈം വേണ്ട, അല്ലെങ്കിൽ നമ്മൾ നേരെ രാവിലെ തന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം, അപ്പോയിന്റ്മെന്റ് എടുക്കാൻ അവിടെ പോകണം അല്ലെ? പോയി നമ്മൾ മെനക്കെട്ട് അവിടെ ചെന്ന് ക്യൂ നിന്ന് വേണം അപ്പോയിന്റ്മെന്റ് എടുക്കാൻ. ഇപ്പൊ അതുകൊണ്ട് നമ്മളും അങ്ങനെയല്ല ആഗ്രഹിക്കുന്നേ അല്ലെ? ഓൺലൈനായിട്ട് ഇങ്ങനെ ഷെഡ്യൂൾ ചെയ്യാൻ, അപ്പോയിന്റ്മെന്റ്സിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ, ക്യാൻസൽ ചെയ്യാനൊക്കെ ഇതാണ് നമ്മൾ 68% പേഷ്യൻസും അതിനുള്ള പ്രവണതയാണ് കാണിക്കുന്നത്. Okay, a hospital management system enable us to add a scheduling option to the hospital website. And our hospital management system enable to add the scheduling option to hospital website. Hospital website അല്ലെ? നമുക്ക് ഓരോ ഹോസ്പിറ്റലിന്റെ സൈറ്റ് ഉണ്ട്. നമുക്ക് ആ വെബ്സൈറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ എന്തുണ്ട്? ഷെഡ്യൂളിംഗ് ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കാനാണെങ്കിൽ ആ ഓപ്ഷനിൽ കയറി നമുക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കാൻ പറ്റും. അവർക്കുടെ സൈറ്റിൽ കയറിയ പോലെ. നമ്മളിപ്പോ എല്ലാരും അങ്ങനെയല്ല ചെയ്യുന്നത്. ഇപ്പൊ നമ്മളൊരു സ്കൂളിലേക്ക് ഒരു അഡ്മിഷൻ എടുക്കണം അല്ലെ? അല്ലെങ്കിൽ ഇപ്പൊ നമ്മളെല്ലാം ഓൺലൈനായിട്ടാ ചെയ്യുന്നത്. അപ്പൊ ആ സൈറ്റിൽ ഇപ്പൊ PSC ഇതുപോലെ തന്നെ നമുക്ക് എന്താ പറയാ, PSCയുടെ സൈറ്റിൽ കയറിയിട്ട് നമുക്ക് നേരെ നമുക്ക് അവിടെ ഏത് എക്സാം ആണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും അല്ലെ? അപ്പൊ അതെന്ന് പറഞ്ഞാൽ നമുക്കിടെ ജോലി വളരെയധികം കുറയ്ക്കാനും നമുക്ക് ഇങ്ങനെ ടൈം ലാഗ് ചെയ്യുന്നത് കുറയ്ക്കാനും ഒക്കെ അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് അവിടെ. അപ്പൊ ഇങ്ങനെ ഓരോ ഹോസ്പിറ്റലുകളും അവരുടെ വെബ്സൈറ്റ് ഓപ്ഷൻ ഷെഡ്യൂൾ ചെയ്തിട്ട് വെബ്സൈറ്റ് ഓപ്ഷൻ ഉണ്ട്, വെബ്സൈറ്റ് ഉണ്ട് അവരുടെ. അപ്പൊ പേഷ്യൻസിന് ആ വെബ്സൈറ്റിൽ കയറിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നു? ഈസി ആയിട്ട് അപ്പോയിന്റ്മെന്റ് എടുക്കാൻ പറ്റുന്നു. ഷെഡ്യൂൾ ആൻഡ് അപ്പോയിന്റ്മെന്റ് അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. സോ ദാറ്റ് ദ പേഷ്യന്റ് ക്യാൻ ഈസിലി ഷെഡ്യൂൾ ആൻഡ് അപ്പോയിന്റ്മെന്റ്. അപ്പൊ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? പേഷ്യൻസിന് പെട്ടെന്ന് തന്നെ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റുന്നു. Once the patient has received an appointment, the hospital management system will match the patient illness to the doctor area of expertise. അപ്പൊ നമ്മളിങ്ങനെ അപ്പോയിന്റ്മെന്റ് എടുത്തു, റിസർവ്ഡ് ആൻഡ് അപ്പോയിന്റ്മെന്റ് നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ അടുത്തത് എന്താ ചെയ്യുന്നത്? ഈ HMS ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം നമ്മളുടെ രോഗം എന്താണ് അല്ലെ? ആ രോഗത്തിനനുസരിച്ചുള്ള ആ ഡോക്ടർമാര് ആ ഏരിയയിലേക്കോ അല്ലെങ്കിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആ ഡോക്ടറിന്റെ അടുത്തേക്കോ എന്ത് ചെയ്യുന്നു? ലിങ്ക് ചെയ്യും. അടുത്തത് അതാണ്. ഇപ്പൊ നമുക്ക് നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുത്തപ്പോ കണ്ണിന്റെ ആണെങ്കിൽ ഒഫ്താൽമോളജിയിലേക്ക് അവിടെ കണക്ട് ചെയ്യും അല്ലെ? ആ ഇതിലേക്ക് ലിങ്ക് ചെയ്യുക ചെയ്യുന്നത്. അവിടുത്തെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ആരാണ്, അല്ലെങ്കിൽ അന്ന് അവിടെ ഡ്യൂട്ടിയിലുള്ള അവൈലബിൾ ആയിട്ടുള്ള ഡോക്ടർ ആരാണ്, ആ ഏരിയയിലേക്ക് അവരെ കണക്ട് ചെയ്യാണ് ചെയ്യുന്നത്. Okay, it will then allocate to next available specialist. പിന്നെ ഇതുപോലെ തന്നെ എല്ലാം ഒരുപോലെ ഉള്ളവരായിരിക്കില്ല അല്ലെ? ചിലർക്ക് സ്പെഷ്യലിസ്റ്റ് തന്നെ വേണ്ടി വരാം അല്ലെ? ദെൻ അടുത്ത അതിനുശേഷം അല്ലെങ്കിൽ ഇത് എന്തിന് അനുവദിക്കുന്നു? അലോക്കേറ്റ് ചെയ്യാന്ന് വെച്ചാൽ അനുവദിക്കുക. It will then allocate them to the next available specialist. തൊട്ട അടുത്ത അവൈലബിൾ ആയിട്ടുള്ള സ്പെഷ്യലിസ്റ്റ് ആരാണ് അല്ലെ? ഓർ ദേ പ്രിഫർ, അല്ലെങ്കിൽ നമ്മൾക്ക് പ്രിഫർ ചെയ്യാം ഇന്ന ഡോക്ടർ വേണം. നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് കാണുന്ന ഡോക്ടറൊക്കെ ഇല്ലേ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഡോക്ടർ ഇല്ലേ? അപ്പൊ നമുക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കുമ്പോൾ പറയാം ഇന്ന ഡോക്ടർ ഉണ്ടാവും, ഇന്ന ഡോക്ടറിനാണ് അപ്പോയിന്റ്മെന്റ് എന്ന് നമ്മുടെ പ്രിഫറൻസിനനുസരിച്ച് ചെയ്യാം. അല്ലെങ്കിൽ അവരുടെ അവൈലബിൾ ആയിട്ടുള്ള സ്പെഷ്യലിസ്റ്റ് ആരാണോ അങ്ങോട്ടേക്ക് എന്ത് ചെയ്യുന്നു? അതിലേക്ക് കണക്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ അത് നമുക്ക് അനുവദിച്ചു തരികയാണ് ചെയ്യുന്നത്. It also update the available slots in real time to avoid any perplexity at the hospital. Perplexity എന്ന് പറഞ്ഞാൽ ആശയക്കുഴപ്പം.
ആശയക്കുഴപ്പം. അപ്പൊ ഇങ്ങനെ വരുമ്പോ എന്താ, ഇറ്റ് ഓൾസോ അപ്ഡേറ്റ് ദ അവൈലബിൾ സ്ലോട്ട്. നമുക്ക് ആ അവൈലബിൾ ആയിട്ടുള്ള സ്ലോട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ, പുതുക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിലേക്ക് നമുക്ക് കയറാൻ പറ്റും. അപ്പൊ എന്താ പറ്റുന്നത്, നമുക്ക് അതിനു വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന ടൈം അല്ലെ, റിയൽ ടൈം ടു അവോയ്ഡ് എനി പെർപ്ലെക്സിറ്റി അറ്റ് ദ ഹോസ്പിറ്റൽ. അപ്പൊ നമുക്ക് എന്താ, ഒരു ആശയക്കുഴപ്പം ഇല്ലാതാക്കുന്നതിനും സഹായിക്കുന്നു. എന്തിനെ കുറിച്ചുള്ള, ടൈമിങ്ങിനെ കുറിച്ച് അല്ലെ. അപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്ലോട്ട് നമുക്ക് ലഭ്യമാക്കുന്നത് വഴി നമുക്ക് അനുവദിച്ചിട്ടുള്ള ടൈമിങ്, അതിനെ കുറിച്ചുള്ള ഒരു ആശയക്കുഴപ്പം ഇല്ലാതാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. മനസ്സിലായോ ആ ഒരു പാരഗ്രാഫിൽ എന്താ മീൻ ചെയ്യുന്നതെന്നുള്ളത്? ഓക്കെ, ക്ലിയർ ആണ്. ഇനി അപ്പൊ ആദ്യം നമ്മൾ എന്താ ചെയ്തേ, അപ്പോയിന്റ്മെന്റ് എടുത്തു അല്ലെ. ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കിയേ, ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇൻ അപ്പോയിന്റ്മെന്റ്. അപ്പോയിന്റ്മെന്റിന്റെ അടുത്ത സ്റ്റെപ്പ്, ആദ്യം നമ്മൾ അപ്പോയിന്റ്മെന്റ് പറഞ്ഞു, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റിന്റെ അടുത്ത സ്റ്റെപ്പ്. അപ്പൊ അവിടെ വരെയൊക്കെ എത്തി നമ്മൾ അല്ലെ, അവൈലബിൾ ആയിട്ടുള്ള സ്പെഷ്യലിസ്റ്റിലേക്ക് നമുക്ക് അവരെ കണക്ട് ചെയ്യുന്നത്. ഇനി നോക്കി അടുത്തത് എന്താ, the next step in appointment booking is to gather medical documents. Medical documents gather ചെയ്യുന്നു. gather ചെയ്യാന്ന് വെച്ചാൽ എന്താ, gather ചെയ്യാ, ശേഖരിക്കുന്നു ഇല്ലേ. അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്തോട്ടെ അവിടെ. മെഡിക്കൽ ഡോക്യുമെന്റ്സ് ശേഖരിക്കുന്നു. And HMS with a patient portal is used to collect the document and share the patient history with the doctor bill in advance. നിങ്ങൾ എല്ലാവരും ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട് അല്ലെ, നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്, ഡോക്ടറിനെ നമ്മൾ കൺസൾട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും അവിടെ എന്താ, നമ്മുടെ പേര് അല്ലെങ്കിൽ നമ്മുടെ ആ ചാർട്ട് നമ്പർ വിളിക്കുമ്പോഴത്തേക്കും നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും ആ ഡോക്ടറിന്റെ മുന്നിൽ നമ്മുടെ ഫയൽ ഉണ്ടാവില്ലേ? അല്ലാതെ നമ്മൾ ചെന്നിരുന്നതിന് ശേഷം അല്ല ഡോക്ടർ ഫയല് ഇടിപ്പിക്കുന്നത് അല്ലെ. നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു, അവിടെ ഫയൽ ഉണ്ടാകും. അത് ഏതിലൂടെയാണ്, അപ്പൊ നമുക്കിങ്ങനെ നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കുമ്പോ നമ്പർ ഇല്ലേ, ആ നമ്പർ അനുസരിച്ച് തന്നെ ഫയൽ എടുത്തിട്ട് നേരെ ആ ഡോക്ടറിന്റെ, ഇപ്പൊ സിസ്റ്റത്തിലാണ് എല്ലാവരും ചെയ്യുന്നത്, അപ്പൊ വേറെ ഇതൊന്നും വേണ്ട, എങ്കിലും എന്താ ഓർഡർ അനുസരിച്ചിട്ട് തന്നെ, ആ നമ്പർ അനുസരിച്ച് തന്നെ നമ്മുടെ ഇത് സിസ്റ്റത്തിൽ ഓൾറെഡി അവിടെ ഉണ്ടായിരിക്കും അല്ലെ. അല്ലെങ്കിൽ നമ്മൾ ചെല്ലുന്നതിന് അല്ലാത്ത ഇതാണെങ്കിലും നമ്മൾ ചെല്ലുമ്പോഴേക്കും അവിടെ എന്തുണ്ടായിരിക്കും, അഡ്വാൻസ് ആയിട്ട് തന്നെ ആ ഡോക്ടറിന്റെ ടേബിളിൽ അവിടെ ഫയൽ ഉണ്ടാകും. അതാ പറഞ്ഞേക്കുന്നത്. നോക്കിയേ, അപ്പൊ നമുക്ക് എന്താ പറഞ്ഞേക്കാം, മെഡിക്കൽ റെക്കോർഡുകളൊക്കെ നമ്മുടെ ബുക്ക് ചെയ്തിരിക്കുന്ന ഡോക്ടർക്ക് അഡ്വാൻസ് ആയിട്ട് അയക്കും. ആൻഡ് HMS with a patient portal is used to collect the document കളക്ട് ചെയ്യാണ്. and share the patient history, പേഷ്യന്റിന്റെ ഹിസ്റ്ററി with the doctors well in advance. നേരത്തെ തന്നെ ഡോക്ടറിന്റെ അടുത്തേക്ക് അയക്കും. ഇപ്പൊ സിസ്റ്റത്തിലാണെങ്കിലും അന്ന് ആ ഡോക്ടറിന് ആരാണ് ബുക്ക് ചെയ്തേക്കുന്നത്, അവർക്കുടെ കാര്യങ്ങൾ മാത്രമേ മതിയല്ലോ അല്ലെ. അപ്പൊ അങ്ങനെയുള്ളത് മാത്രം ആ ഡോക്ടറിന്റെ അടുത്തേക്ക് അയക്കും. Okay, if the patient requires help at his or her house, ഇനി ചില ആളുകൾക്ക് അവിടെ വന്ന് കാണാൻ പറ്റിയെന്ന് വരില്ല, അപ്പൊ അവർക്ക് വീട്ടിലേക്ക് ചിലപ്പോൾ ചെന്ന് കാണേണ്ടി വരാം. അങ്ങനെയുള്ള കേസുകളിൽ the system will verify the doctor's availability for the remote visit എന്ന് പറഞ്ഞാൽ വിദൂര സന്ദർശനത്തിനായിട്ട്. and assign accordingly. അപ്പൊ അങ്ങനെ പുറത്തേക്കൊക്കെ അല്ലെങ്കിൽ വീട്ടിലൊക്കെ പോയി നോക്കേണ്ട അങ്ങനെ വരുമ്പോൾ എല്ലാ ഡോക്ടേഴ്സും അങ്ങനെ ആവണമെന്നില്ല. അപ്പൊ അതിന് അവൈലബിൾ ആയിട്ടുള്ള ഡോക്ടേഴ്സ് അല്ലെ, ഇതിന് റിമോട്ട് വിസിറ്റിന് വിദൂര സന്ദർശനത്തിനായിട്ട് അവിടെ അവൈലബിൾ ആയിരിക്കുന്ന ആ ഡോക്ടേഴ്സിന് എന്ത് ചെയ്യുന്നു, ആ ഡ്യൂട്ടി അസൈൻ ചെയ്ത് കൊടുക്കും. അങ്ങനെയുള്ളവരിലേക്ക് ആ ഡ്യൂട്ടി കൊടുക്കും. ഓക്കെ, ഇൻ ദിസ് വേ
The patient can create an easy and error-free process by digitalizing the appointment reserving process. അപ്പൊ ആ രീതിയിലൂടെ തന്നെ പേഷ്യൻസിന് എന്ത് ചെയ്യാൻ പറ്റും? Can create an easy and error-free process. പെട്ടെന്ന് അല്ലെ എററുകളൊന്നും വരില്ല അല്ലെ? ഡിജിറ്റലൈസിങ് അപ്പോയിന്റ്മെന്റ് റിസർവിംഗ് പ്രോസസ് വഴി ഏതി കൂടിയാ? Digitalizing the appointment reserving process വഴി പേഷ്യൻസിന് ഈസി ആയിട്ട് എളുപ്പത്തിലും എറർ ഫ്രീ ആയിട്ടുള്ള ഒരു പ്രക്രിയ സൃഷ്ടിക്കാൻ പറ്റും. In this way the patient can create an easy and നമുക്ക് എളുപ്പമല്ലത് അല്ലെ? നമ്മൾ ചെന്ന് കണ്ട് പറഞ്ഞൊന്നും വേണ്ട അല്ലെ? നമ്മൾക്ക് ഇങ്ങനെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ സിസ്റ്റത്തിലേക്ക് വരുമ്പോ അവിടെ അതിന് തയ്യാറായിട്ടുള്ള ഇത് അവര് തന്നെ എന്ത് ചെയ്യുന്നു? ആ ഡോക്ടേഴ്സിന് ആ ഡ്യൂട്ടി അസൈൻ ചെയ്ത് കൊടുത്തോളും. അപ്പൊ നമുക്ക് നമ്മുടെ ജോലി എളുപ്പമാക്കുന്നു. ഇറർ ഫ്രീ മിസ്റ്റേക്കുകളൊന്നും വരാത്ത രീതിയിൽ കറക്റ്റ് ആയിട്ട് തന്നെ ആ പ്രോസസ്സ് ശരിയാക്കാനും പറ്റും, ക്രിയേറ്റ് ചെയ്യാനും പറ്റും. എങ്ങനെയാണ്? ബൈ ഡിജിറ്റലൈസിംഗ് ദ അപ്പോയിന്റ്മെന്റ് റിസർവിംഗ് പ്രോസസ്. ഓക്കെ, ഇനി ഇവിടെ പറഞ്ഞേക്കുന്നത് അടുത്തത് ഒരു പിക്ചർ ആണ്. അതായത് നമ്മൾ അപ്പോയിന്റ്മെന്റ് നമ്മൾ ബുക്ക് ചെയ്യാണ് കണ്ടോ? ബുക്ക് ചെയ്യുന്ന ഒരാൾ അവിടെ ഇരുന്ന് ഫോണിൽ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യുന്നു. എന്നിട്ട് രണ്ടാമത്തെ ഇതിനകത്ത് എന്താ? ടൈംലി എൻഗേജ്മെന്റ്. ടൈം ഒക്കെ ഏത് സമയമാണോ അല്ലെങ്കിൽ അങ്ങനെ ആ ടൈം നോക്കുന്നു. റിലവന്റ് കമ്മ്യൂണിക്കേഷൻ, അവരെ കുറിച്ചുള്ള റിലവന്റ് ആയിട്ടുള്ള ആശയവിനിമയം നടത്തുന്നു. അടുത്ത് നോക്കിയേ, അപ്പോയിന്റ്മെന്റ് ആൻഡ് കേസ് ഹിസ്റ്ററി. അപ്പോയിന്റ്മെന്റ്സ് ആൻഡ് കേസ് ഹിസ്റ്ററി, അവരെ കുറിച്ചുള്ള ഹിസ്റ്ററി എടുക്കുന്നു. എന്നിട്ട് അടുത്ത് നോക്കിയേ, കോൺവെർസേഷൻ ഹിസ്റ്ററി അല്ലെ? പേഷ്യൻസും ഡോക്ടേഴ്സും തമ്മിലുള്ള ഒരു ആശയവിനിമയം. കോൺവെർസേഷൻ ഹിസ്റ്ററി, പേഷ്യന്റും ഡോക്ടറും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ. ദെൻ അടുത്ത് നോക്കിയ ഡെമോഗ്രാഫിക്. ഡെമോഗ്രാഫിക് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനകത്ത് പേഷ്യന്റിന്റെ ഏജ് കണ്ടോ? ഏജ്, നെയിം, ജെൻഡർ, പിന്നെ അതുപോലെ തന്നെ വെയിറ്റ് അവിടെ പറഞ്ഞേക്കുന്നത് അല്ലെ? 75 kg അങ്ങനെയുള്ള ഹൈറ്റ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ, അതാണ് ഡെമോഗ്രാഫിക് എന്ന് പറയുന്നത്. പിന്നെ അടുത്തതാണ് വെബ്സൈറ്റ് ആക്ടിവിറ്റി ഹിസ്റ്ററി. വെബ്സൈറ്റ് ആക്ടിവിറ്റി ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ വെബ്സൈറ്റിൽ കൂടെ എത്ര അപ്പോയിന്റ്മെന്റ്സ് എടുത്തിട്ടുണ്ട് കണ്ടോ? അവിടെ രണ്ട് ഇത് കണ്ടോ? ഒരു പൈ ഡയഗ്രാമും ബാർ ഡയഗ്രാമും അവിടെ കൊടുത്തേക്കണേ. അപ്പൊ ഇതെങ്ങനെയാ വെച്ചാൽ ഇത് നോക്കിയിട്ട് നമുക്ക് അറിയാൻ പറ്റും. അതിന്റെ പെർസെന്റേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ബാർ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ? അത് എന്ത് ചെയ്യുന്നു? എത്ര പേര് അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുത്തിട്ടുണ്ടെന്നൊക്കെ ഒരു സർവേ പോലെ ഇങ്ങനെ വെബ്സൈറ്റ് വഴി എത്ര പേര് നമുക്ക് ഇങ്ങനെ അപ്പോയിന്റ്മെന്റ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെന്നുള്ളത് ആ ഒരു വെബ്സൈറ്റ് ആക്ടിവിറ്റി ഹിസ്റ്ററി അതിലേക്ക് അത് ആഡ് ചെയ്യുക. അപ്പൊ നമ്മൾ നേരെ അതിന്റെ ആ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ കൺവേർട്ട് ചെയ്യാൻ പാടില്ല സിസ്റ്റത്തില്. ഗ്രാഫോ ഫയലിലേക്കോ മാറ്റി എഴുതാം. അപ്പൊ അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അസസ് ചെയ്യാൻ പറ്റും. ഈ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ വായിച്ചു നോക്കണ്ട അല്ലെ? അത് നോക്കിക്കഴിഞ്ഞാൽ അന്നിപ്പോ അപ്പോയിന്റ്മെന്റ് എത്ര പേര് എടുത്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ കറക്റ്റ് ആയിട്ട് എത്ര പെർസെന്റേജ് ആളുകൾ ഉണ്ട് എന്നുള്ളതൊക്കെ ഇതിൽ കൂടെ ആ പിക്ചറിലൂടെ തന്നെ നമുക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആവും. ഓക്കെ, അത്രയാണ്. അതും ജസ്റ്റ് പിക്ചർ തന്നുള്ളൂ കേട്ടോ. അതുള്ളത് കൊണ്ട് ഞാനൊന്ന് പറഞ്ഞതാണ്. അതിൽ നിന്നും ക്വസ്റ്റ്യൻ വരില്ല. അപ്പൊ ഫസ്റ്റത്തെ എന്താണ് കമ്പോണൻസില്? അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ് സിസ്റ്റം. ഓക്കെ, ഇനി ഇതൊന്ന് വായിച്ചു നോക്കണം കേട്ടോ നിങ്ങള്. വലിയ ചാപ്റ്റർ ആണ്, എന്നാലും നമുക്ക് ഓൾറെഡി ഇതൊക്കെ അപ്പോയിന്റ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നല്ലേ? നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത്ര ബുദ്ധിമുട്ടില്ല. അടുത്തത് നെക്സ്റ്റ് നോക്കിയേ, പേഷ്യന്റ് മാനേജ്മെന്റ്. അപ്പൊ ഏതുമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും? ഏതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാ അവിടെ വരുന്നത്? പേഷ്യന്റുമായിട്ട് അല്ലെ? പേഷ്യന്റിനെ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ട് സിസ്റ്റത്തില് എന്ത് ചെയ്യുന്നു? സൂക്ഷിച്ചു വെക്കുന്നു. അപ്പൊ അടുത്തൊരു കമ്പോണന്റ് ആണ് പേഷ്യന്റ് മാനേജ്മെന്റ് സിസ്റ്റം. ഇത് സിസ്റ്റത്തിൽ തന്നെയുള്ളതാട്ടോ. ഇവിടെ എന്താ പേഷ്യന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്? എന്നാൽ പേഷ്യന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സിസ്റ്റത്തില് സൂക്ഷിച്ചു വെക്കുന്നു. ഇവിടെ നോക്കിയേ, ആഫ്റ്റർ ദ പേഷ്യന്റ് ഓറിയന്റേഷൻ ഈസ് കംപ്ലീറ്റഡ്. പേഷ്യന്റിന്റെ ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ക്രമീകരണം. ക്രമീകരണം. ഓക്കെ,
After the patient orientation is completed, the patient is shifted to an IPD or OPD. ഒന്ന് underline ചെയ്തിട്ട് ആ sentence. After the patient orientation is completed, patient orientation complete ആയി കഴിഞ്ഞിട്ട് the patient is shifted to, എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും പേഷ്യന്റിനെ? ഒന്നില്ലെങ്കിൽ IPD-യിലേക്ക്, ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, അല്ലെങ്കിൽ OPD-യിലേക്ക്, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പോയിന്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഇടുന്നത് നെക്സ്റ്റ് OPD-യിലേക്കോ IPD-യിലേക്കോ പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പൊ പേഷ്യന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. The patient management module of HMS caters എന്ന് വെച്ചാൽ നിറവേറ്റുക, CATERS caters നിറവേറ്റുന്നു. എന്താണ്? To the necessity of the inpatient and outpatient department. എന്താ? ഇൻപേഷ്യന്റ് ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യകതകള് നിറവേറ്റുന്നു. ആര്? The patient management module of HMS. HMS-ന്റെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിലെ the patient management module എന്താ ചെയ്യുന്നത്? ഇൻപേഷ്യന്റ് ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യകതകള് നിറവേറ്റുന്നു. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് സെന്റൻസ്. The patient management module of HMS caters to the necessities of the inpatient and outpatient department. ഇൻപേഷ്യന്റിന്റെയും ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും ആവശ്യകതകള് നിറവേറ്റുന്നു. It controls and stores the medical history. ഇതൊന്ന് നോട്ട് ചെയ്തോട്ടോ. എന്തൊക്കെ കാര്യങ്ങളാണ് കൺട്രോൾ ചെയ്യുന്നത്? കൺട്രോൾ ചെയ്യുകയും സ്റ്റോർ ചെയ്യുകയും സൂക്ഷിക്കുകയും ചെയ്യുന്നത് ഈ പേഷ്യന്റ് മാനേജ്മെന്റ് മൊഡ്യൂളില്. നോക്കിയേ, മെഡിക്കൽ ഹിസ്റ്ററി, പേഷ്യന്റിന്റെ മെഡിക്കൽ ഹിസ്റ്ററി കളക്ട് ചെയ്യുന്നു. കളക്ട് ആൻഡ് സ്റ്റോർസ്, അത് ശേഖരിക്കുകയും സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നു. എന്തൊക്കെയാ? പേഷ്യന്റിന്റെ മെഡിക്കൽ ഹിസ്റ്ററി. പിന്നെ ട്രീറ്റ്മെന്റ് റിക്വയർഡ്, എന്തൊക്കെ ട്രീറ്റ്മെന്റ്സ് ആണ് അവർക്ക് ആവശ്യം, അത്. ഡീറ്റെയിൽസ് ഓഫ് ദ പ്രീവിയസ് വിസിറ്റ്, മുന്നുള്ള വിസിറ്റില്ലേ, ഇതിന് മുന്നേ അവർ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽ സൂക്ഷിച്ചു വെക്കും. ആൻഡ് അപ്കമിങ് അപ്പോയിന്റ്മെന്റ്സ്. അപ്കമിങ് അപ്പോയിന്റ്മെന്റ് എന്ന് വെച്ചാൽ എന്താ? ഇനി വരാനിരിക്കുന്ന അപ്പോയിന്റ്മെന്റ്. ചിലപ്പോ നമുക്ക് 2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഹോസ്പിറ്റലിൽ വന്ന് ഡോക്ടറിനെ കാണണം എന്ന് പറയും അല്ലെ. 2 ആഴ്ചക്ക് മരുന്നൊക്കെ കഴിഞ്ഞിട്ട് അപ്പൊ നമുക്ക് വേണമെങ്കിൽ അവിടെ ബുക്ക് ചെയ്തിട്ട് പോരാലോ അല്ലെ. അപ്പൊ തന്നെ നമുക്ക് ആ ഡോക്ടറിനെ ബുക്ക് ചെയ്തിട്ടൊക്കെ പോരാം അല്ലെ. അപ്കമിങ് അപ്പോയിന്റ്മെന്റുകൾ, അല്ലെങ്കിൽ വരാനിരിക്കുന്ന അപ്പോയിന്റ്മെന്റുകള്, റിപ്പോർട്ടുകള്, ഇൻഷുറൻസ് ഡീറ്റെയിൽസ്, ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിലുകള് ഓഫ് ദ ആൻഡ് മോർ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പേഷ്യന്റ് മാനേജ്മെന്റ്, ഈ സോഫ്റ്റ്വെയർ പേഷ്യന്റ് മാനേജ്മെന്റ് HMS-ന്റെ ഈ പേഷ്യന്റ് മാനേജ്മെന്റ് മൊഡ്യൂള് എന്ത് ചെയ്യുന്നു? സൂക്ഷിക്കുകയും ശേഖരിക്കുകയും ചെയ്യുന്നു. അതൊന്ന് അണ്ടർലൈൻ ചെയ്തോ അവിടെ ആ സെന്റൻസ്. കളക്ട് ആൻഡ് സ്റ്റോർ എന്നുള്ളത് അതൊന്ന് നോട്ട് ചെയ്തു കേട്ടോ. അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് സൂക്ഷിക്കുകയും ശേഖരിക്കുകയും ചെയ്യുന്നത്. ഏതാണ്? പേഷ്യന്റ് മാനേജ്മെന്റ് മൊഡ്യൂളിലാട്ടോ. ഇത് ഓരോന്നും നമ്മൾ പറയുന്നുണ്ട്. അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ് ആദ്യം പറഞ്ഞു, രണ്ടാമത്തെയാണ് പേഷ്യന്റ് മാനേജ്മെന്റ് പറയുന്നത്. ഇനി അപ്പൊ അതിനകത്ത് എന്താണ്? പേഷ്യന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സിസ്റ്റത്തിൽ സൂക്ഷിച്ചു വെക്കുക ചെയ്യുന്നത്. ഇനി it generates unique admission number for each patient to easily handle admission, discharges and transfer. പിന്നെ നോക്കിയേ, ഇവിടെ ഒരു യൂണിക് ഐഡന്റിഫിക്കേഷൻ നമ്പർ പേഷ്യന്റിന് വേണ്ടി തയ്യാറാക്കുന്നു. നമുക്കില്ലേ നമ്പർ? ഇപ്പൊ ഹോസ്പിറ്റലിൽ ഒരു നമ്പർ ഇല്ലേ, MRD നമ്പർ ഒക്കെ പോലെ. അത് ഏത് സമയത്ത് നമ്മൾ ചെന്നാലും നമുക്ക് ആ നമ്പർ തന്നെയാ അല്ലെ. എന്തിനാ അങ്ങനെ നമ്പർ തന്നേക്കട്ടെ? നമ്മൾ ചെന്ന് കഴിഞ്ഞാല് നേരെ നമുക്ക് ആ ചീട്ട് കാണിച്ച് നമ്മുടെ MRD നമ്പർ, നമ്മുടെ യുണിക് ഐഡന്റിഫിക്കേഷൻ നമ്പർ കാണിച്ചു കഴിഞ്ഞാല് പിന്നെ നമ്മൾ വീണ്ടും നമ്മുടെ പേര് കാര്യങ്ങൾ പറയണോ, ഡീറ്റെയിൽ പറയണോ, ഒന്നും വേണ്ട. ആ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ആ ഹിസ്റ്ററി മുഴുവനും നമുക്ക് ആ സിസ്റ്റത്തിന് നമുക്ക് അറിയാം. അല്ലെങ്കിൽ അതും ഒരു കാര്യമുണ്ട്, നമുക്ക് റിസപ്ഷനിസ്റ്റിന്റെ ജോലി നമുക്ക് എളുപ്പമാക്കുന്നില്ലേ അല്ലെ. അല്ലെങ്കിൽ പിന്നെ ഓരോ പ്രാവശ്യം ചെല്ലുമ്പോ പേരെന്താ, വയസ്സ് എത്രയാ, എവിടെന്നാ വരുന്നത്, എന്താണ്, ഏത് ഡോക്ടറിനെ കാണണം, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് വീണ്ടും നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കണം. ഇതെന്താ പറഞ്ഞേക്കുന്നത്? ഇവിടെ ഒരു യുണിക് ഐഡന്റിഫിക്കേഷൻ നമ്പർ പേഷ്യന്റിന് കൊടുക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യുന്നു? ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഏത്? അഡ്മിഷൻ എടുക്കണമെങ്കിൽ, ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോഴും ബില്ലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ എളുപ്പമില്ലേ.
എല്ലാ ഡീറ്റെയിൽസും തന്നെ ഓരോ പ്രാവശ്യം അവർ പേയ്മെന്റ് അടച്ചതും അവർക്ക് വന്ന ബില്ലുകളും അവിടെ ഓൾറെഡി അവര് നേരത്തെ അഡ്വാൻസ് അടച്ചിട്ടുണ്ടെങ്കിൽ അതും എല്ലാം സിസ്റ്റത്തിലുണ്ട്. പിന്നെ നമ്മൾ ആദ്യം മുതൽ തെരഞ്ഞു പിടിച്ച് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അഡ്മിഷൻ, ഡിസ്ചാർജ്, ട്രാൻസ്ഫർ ഇതെല്ലാ കാര്യങ്ങളും ഈസി ആക്കുന്നു. കണ്ടോ? ഫോർ ഈച്ച് പേഷ്യന്റ് ടു ഈസി ഹാൻഡിൽ, ഇതെല്ലാം അവർക്ക് ഈസി ആക്കുക ചെയ്യുന്നത്. It also build a comprehensive discharge summary to make sure the smooth discharge. ഇത് കൂടാതെ എന്ത് ചെയ്യുന്നു? ഒരു കോംപ്രിഹെൻസീവ് സമഗ്രമായിട്ടുള്ള ഒരു ഡിസ്ചാർജ് സമ്മറി എന്തിനു വേണ്ടിയാ? ഷുവർ ദ സ്മൂത്ത് ഡിസ്ചാർജ്, സ്മൂത്ത് ആയിട്ടുള്ള അല്ലെ, ഒരു നമുക്ക് പെട്ടെന്നിലുള്ള എളുപ്പത്തിലുള്ള ഒരു ഡിസ്ചാർജിന് വേണ്ടിയിട്ട് ഒരു ഡിസ്ചാർജ് സമ്മറിയും എളുപ്പമാക്കുന്നു. അതാ പറഞ്ഞത്, നമ്മൾ പേഷ്യന്റിന്റെ എല്ലാ ഹിസ്റ്ററിയും സിസ്റ്റത്തിലുണ്ട് അല്ലെ. അപ്പോൾ ഡിസ്ചാർജ് സമയത്ത് നമുക്ക് അഡീഷണൽ ആയിട്ട് കുറെ കാര്യങ്ങളൊന്നും ടൈപ്പ് ചെയ്ത് എഴുതോ അല്ലെങ്കിൽ ആ സിസ്റ്റത്തിലേക്ക് വീണ്ടും കൊടുക്കുകയൊന്നും ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയാ, ഇത് പെട്ടെന്ന് തന്നെ ഡിസ്ചാർജ് കാര്യങ്ങളും സ്മൂത്ത് ആക്കാൻ പറ്റുന്നു. സെയിം ടൈം അതിന്റെ ഒപ്പം തന്നെ എന്ത് ചെയ്തു? ഇറ്റ് റെക്കോർഡ്സ് ആൻഡ് ജനറേറ്റ് ദ ഡീറ്റെയിൽഡ് ഡോക്യുമെന്റ്, റിലേറ്റഡ് ഡോക്യുമെന്റ്, എക്സാമ്പിൾ കോൺസെന്റ് ഫോംസ് ഫോർ ഇലക്ട്രോണിക് സിഗ്നേച്ചർ. അതേ സമയം തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നു? റെക്കോർഡുകളും അവരും പേഷ്യൻസുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ആ ഡോക്യുമെന്റ്സുകളും സൃഷ്ടിക്കാനും പറ്റുന്നു, ജനറേറ്റ് സൃഷ്ടിക്കാനും പറ്റുന്നു. പിന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, അവര് ആദ്യം നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഇലക്ട്രോണിക് സിഗ്നേച്ചർ മേടിക്കും അല്ലെ. ആ സിഗ്നേച്ചർ മേടിക്കുന്നതിന് സിസ്റ്റത്തിലുണ്ട് നമ്മുടെ സിഗ്നേച്ചർ. അപ്പൊ നമുക്ക് കുറെ ഫോമുകളിലാണെങ്കിൽ ഒപ്പിടണമെങ്കിൽ നമുക്ക് ഓരോ ഫോമും തന്ന് ഒപ്പിടുവൊന്നും വേണ്ട അല്ലെ. ഒരു പ്രാവശ്യം നമ്മൾ അത് സൈൻ ചെയ്ത ഇലക്ട്രോണിക് സിഗ്നേച്ചർ ഉണ്ടെങ്കിൽ പിന്നെ സിസ്റ്റത്തിന് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് നേരെ കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക, അത്രയും പോരെ. അപ്പൊ 10 സ്ഥലത്ത് സൈൻ ചെയ്യേണ്ട ഒരു ഇതുണ്ടെങ്കിൽ നേരെ എന്ത് ചെയ്താൽ മതി? കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക അല്ലെ. നേരെ പേസ്റ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ഞൊടിയിടയില് ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്യാനും പറ്റുന്നു. അങ്ങനെ നമുക്ക് ഈ ഒരു ഡിസ്ചാർജ് വളരെയധികം സ്മൂത്ത് ആക്കാൻ പറ്റുന്നു. മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക് പറയുന്നത്? ഇത് കുറെയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയല്ലേ? ഓക്കെ, ഇനി അടുത്ത നോക്കിയേ. When you begin collecting and storing the data on HMS, default also eliminate the need to get these details on every visit. കണ്ടോ? പേഷ്യന്റിനെ കുറിച്ചുള്ള വിവരങ്ങള് നമ്മൾ ആദ്യം തന്നെ ചെല്ലുമ്പോൾ അവര് കളക്ട് ചെയ്യും, സ്റ്റോർ ചെയ്ത് വെക്കും. ആദ്യം പ്രാവശ്യം പോകുമ്പോൾ മാത്രം നമ്മുടെ പേര്, വയസ്സ്, പിന്നെ അതുപോലെ തന്നെ ജെൻഡർ, പിന്നെ നമ്മുടെ ഡീറ്റെയിൽസ്, ഏത് ഡോക്ടറെ കാണേണ്ട എല്ലാ ഡീറ്റെയിൽസ്, എന്താണ് അസുഖം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ഓൾറെഡി ആദ്യം ഒറ്റ പ്രാവശ്യം നമ്മൾ പറഞ്ഞു കൊടുത്താൽ മതി അല്ലെ. ഓൾറെഡി അത് സിസ്റ്റത്തില് സൂക്ഷിക്കുന്നുണ്ട്. അപ്പോ എന്താണ് നമുക്ക് അപ്പൊ പിന്നെ നമ്മൾ ഓരോ വിസിറ്റിലും കണ്ടോ, എലിമിനേറ്റ് ദ നീഡ് ടു ഗെറ്റ് ദീസ് ഡീറ്റെയിൽസ് ഓൺ എവരി വിസിറ്റ്. അപ്പോ എല്ലാ വിസിറ്റിലും നമ്മൾ ചെന്ന് പറയുന്ന ഡീറ്റെയിൽ കൊടുക്കുന്നത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റൂലേ അല്ലെ. രണ്ടാം പ്രാവശ്യം ചെല്ലുമ്പോ ആ കാർഡ് ഒന്ന് കാണിച്ചാൽ മതി, ആ നമ്പർ മതി അവർക്ക്. പിന്നെ നമ്മുടെ പേരോ നാളോ വീടോ ഒന്നും നമ്മളോട് ചോദിക്കേണ്ട ആവശ്യമില്ല. ഏത് ഡോക്ടറെ കാണുന്നതെന്നോ അല്ലെങ്കിൽ എന്താണ് അസുഖം എന്നോ ഒന്നും നമുക്കത് അവിടെ ചോദിക്കണ്ട. ജസ്റ്റ് ആ കാർഡ് കൊടുക്കുക, അത്ര മാത്രം ചെയ്താൽ മതി. അപ്പൊ ഓരോ സമയത്തും അല്ലെ, എവരി വിസിറ്റിലും ഫോൺ നമ്പറുണ്ട്. അതൊക്കെ ആദ്യത്തെ പ്രാവശ്യം നമ്മുടെ എന്താ പറയാ, നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും, നമ്മളുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും സിസ്റ്റത്തിൽ സൂക്ഷിച്ചു വെക്കുന്നത് കൊണ്ട് തന്നെ ഓരോ വിസിറ്റിലും നമുക്ക് അവിടെ എന്താ പറയാ, അവിടെ എടുക്കുന്ന സമയവും നമുക്ക് എന്താ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് അവിടെ നിന്ന് അല്ലെ. പിന്നെ നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം ചെല്ലുമ്പോഴും ഡീറ്റെയിൽ ഒന്നും പറയണ്ട, ഓൾറെഡി സിസ്റ്റത്തിൽ ഉണ്ടാവും. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. പല ഹോസ്പിറ്റലിലും പല രീതിയാണ്. അതിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഇതിലാണ് റിസപ്ഷനിലോ രജിസ്ട്രേഷനിലോ തുടങ്ങിയാണെങ്കിലും പല ഫെസിലിറ്റികളിലാണെങ്കിലും അവർക്കുടെ സിസ്റ്റം ഹാൻഡിൽ ചെയ്യുന്ന കാര്യത്തിലൊക്കെ ആണെങ്കിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. Okay, then HMS enable doctors and the staff to focus more on treatment than administrative work. അടുത്തൊരു പോയിന്റ് നോക്കിയേ. HMS enable സാധ്യമാക്കുന്നു, പ്രാപ്തമാക്കുന്നു the doctors and the staff, ഡോക്ടർമാരെയും സ്റ്റാഫിനെയും എന്തിനെ ഫോക്കസ് ചെയ്യാൻ?
focus more on treatment than administrative work. അഡ്മിനിസ്ട്രേറ്റീവ് വർക്കിനേക്കാളും ട്രീറ്റ്മെന്റില് ഫോക്കസ് ചെയ്യാൻ ഇത് കാരണമാകുന്നു അല്ലെ. ഇപ്പൊ നമ്മൾ അവിടെ ഇരിക്കുന്ന സ്റ്റാഫാണ്, നമുക്ക് എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി എഴുതി കുത്തി വരുമ്പോ കുറെ സമയം പോകും. അപ്പൊ ട്രീറ്റ്മെന്റില് അത്രയും ഫോക്കസ് ചെയ്യാൻ പറ്റുമെന്ന് വരില്ല അല്ലെ. അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക് ഇവിടെ കുറവല്ലേ അല്ലെ. അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക് ഇവിടെ കുറവാണ്. അപ്പോൾ എന്താണ്, ഈ സ്റ്റാഫിനാണെങ്കിലും ഡോക്ടേഴ്സിനാണെങ്കിലും ട്രീറ്റ്മെന്റില് കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ പറ്റും. ഇപ്പൊ നമ്മളാണെങ്കിലും ഇപ്പൊ ഡോക്ടറിനെ ചെന്ന് കണ്ടപ്പോ പ്രീവിയസ് ഹിസ്റ്ററി ഓൾറെഡി സിസ്റ്റത്തിലുണ്ട് അല്ലെ. അപ്പൊ പിന്നെയും ഡോക്ടർ നമ്മളോട് ചോദിക്കേണ്ട, ഡോക്ടറിന് എല്ലാ ഡീറ്റെയിലും ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എന്ത് വന്നേ, എന്ത് മരുന്നാ കൊടുത്ത്, ഇപ്പൊ മരുന്ന് കണ്ടിന്യൂ ചെയ്യുന്ന ആളാണോ, ഡോക്ടർ വീണ്ടും വരാൻ പറഞ്ഞിട്ട് വന്നാണോ, എല്ലാ കാര്യങ്ങളും സിസ്റ്റത്തിലുണ്ട്. അപ്പൊ പേഷ്യന്റ് ട്രീറ്റ്മെന്റിന് അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക് കുറച്ചിട്ട് ആ ട്രീറ്റ്മെന്റിന് കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ പറ്റുന്നു, അല്ലെങ്കിൽ അതിന് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നു. ദെൻ അടുത്ത് നോക്കിയേ. Then now if you wish to automate other activity like patient communication, consider integrating your HMS with the marketing automation software. അപ്പൊ നോക്കിയേ, ഇങ്ങനെ നമ്മൾ പേഷ്യന്റിന്റെ കമ്മ്യൂണിക്കേഷൻ പോലുള്ള വിവരങ്ങള് നമുക്ക് ഇവിടെ ഓട്ടോമാറ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇപ്പൊ നമുക്ക് പേഷ്യന്റിന്റെ കമ്മ്യൂണിക്കേഷൻ വിവരങ്ങൾ ഓട്ടോമാറ്റിക് ആണ് അതിനകത്ത് അല്ലെ, ഓട്ടോമാറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ HMSലെ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റ്വെയറുമായി കണക്ട് ചെയ്യിക്കുക. കണ്ടോ, HMS വിത്ത് എന്താ പറഞ്ഞേക്കുന്നത്, ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് വെച്ചാൽ സംയോജിപ്പിക്കുക. If you wish to automate other activities, ഇങ്ങനെ അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ കമ്പ്യൂട്ടറൈസ്ഡ് ആക്കാൻ ഓട്ടോമാറ്റ് ചെയ്യാൻ പറ്റും. ലൈക്ക് ഇതുപോലെ പേഷ്യന്റ് കമ്മ്യൂണിക്കേഷൻ, കൺസിഡർ integrating with your HMS with the marketing automation software. Marketing automation software മായിട്ട് HMSനെ കണക്ട് ചെയ്യിപ്പിക്കുക. അപ്പൊ നമുക്ക് it will help you. ഇങ്ങനെ ഓട്ടോമേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമേറ്റ് കമ്മ്യൂണിക്കേഷനില് എന്ത് ചെയ്യുന്നു, it will help you automate communication with the patient and the doctor. പേഷ്യന്റിന്റെയും ഡോക്ടറിന്റെയും കമ്മ്യൂണിക്കേഷൻ ഓട്ടോമാറ്റ് ചെയ്യാൻ പറ്റുന്നു. അത് നോക്കിയേ, യു ക്യാൻ സെൻഡ് അപ്പോയിന്റ്മെന്റ്. നമുക്ക് അങ്ങനെ അതിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നേരെ എന്ത് ചെയ്യുന്നു, അപ്പോയിന്റ്മെന്റ് സെൻഡ് ചെയ്യാൻ പറ്റും. ലാബ് ടെസ്റ്റുകൾ റിമൈൻഡർ, ലാബ് ടെസ്റ്റുകൾ ഓർമ്മിപ്പിക്കാൻ പറ്റും അല്ലെ. ലാബ് ടെസ്റ്റുകള്, പിന്നെ അതുപോലെ തന്നെ ഫോളോ അപ്പുകള് നമ്മൾ പേഷ്യന്റിനെ ഓർമ്മിക്കാൻ പറ്റുന്നു. ഇതെല്ലാം നമുക്ക് സിസ്റ്റത്തിലൂടെ പറ്റും. യു ക്യാൻ സെൻഡ് അപ്പോയിന്റ്മെന്റ്സ്, നമുക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കാൻ പറ്റും. ലാബ് ടെസ്റ്റുകള് റിമൈൻഡേഴ്സ്, ഇപ്പൊ നമുക്ക് ഓർമ്മപ്പെടുന്നു ഇന്ന ദിവസം, അല്ലെങ്കിൽ ഇന്ന ദിവസം നിക്ക് ടെസ്റ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഫോണില് റിമൈൻഡർ വെക്കൂലേ, ഫോണില് റിമൈൻഡർ വെക്കാറില്ലേ നമ്മള്. എന്തെങ്കിലും പെട്ടെന്ന് നമ്മൾ തിരക്കൊക്കെ എന്തെങ്കിലും മറന്നു പോകാതിരിക്കാൻ വേണ്ടി പ്രധാനപ്പെട്ട കാര്യങ്ങൾ റിമൈൻഡർ വെക്കാം. അപ്പൊ നമ്മൾ ആ സമയമാകുമ്പോഴത്തേക്ക് ഓർമ്മിപ്പിക്കൂലേ. അതുപോലെ ലാബ് ടെസ്റ്റുകൾ പേഷ്യൻസിനെ ഓർമ്മിക്കാൻ, പിന്നെ അവരുടെ ഫോളോ അപ്പുകൾ ഓർമ്മിപ്പിക്കാനൊക്കെ പറ്റുന്നു. ആൻഡ് ക്രിയേറ്റ് എ മീനിങ് ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പ്. നമുക്ക് അങ്ങനെ നല്ലൊരു അർത്ഥവത്തായിട്ടുള്ള ദീർഘകാല ബന്ധങ്ങള് സൃഷ്ടിക്കാനും കഴിയും. ഓക്കെ, ഇതാണ് പേഷ്യന്റ് മാനേജ്മെന്റ് എന്നുള്ളതിൽ വരുന്നത് കേട്ടോ. ക്ലിയർ ആയോ അത്? ഇനി ഒന്ന് വായിക്കണം കേട്ടോ. ഇതിപ്പോ നമുക്ക് വായിക്കുമ്പോൾ എളുപ്പമായതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് മനസ്സിലായി പോകുന്നുണ്ട്. എങ്കിലും കൂടി നമ്മൾ ഒന്നുകൂടി വായിക്കാം. പിന്നെ ഇതിനകത്ത് അധികം ഒന്നും നിങ്ങളൊന്ന് വായിച്ചിട്ട് നോക്കാം കേട്ടോ. ഏതൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതൊന്ന് ഒന്ന് നോട്ട് ചെയ്തിട്ടേക്കാം. ഇവിടെ നമുക്ക് ആ പാരഗ്രാഫിലാണെങ്കിലും നമ്മൾ ആദ്യത്തെ സെന്റൻസ് നമ്മൾ പറഞ്ഞു അല്ലെ, പേഷ്യന്റ് ഓറിയന്റേഷൻ കംപ്ലീറ്റ് ആയിട്ട് പേഷ്യന്റിനെ എങ്ങോട്ടാ ഷിഫ്റ്റ് ചെയ്യുന്നത്, IPD അല്ലെങ്കിൽ OPDയിലേക്ക് പേഷ്യന്റ് മാനേജ്മെന്റ് മൊഡ്യൂള്, അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം കേട്ടോ. ഇൻപേഷ്യന്റ് ഔട്ട് പേഷ്യന്റ് ഫെസിലിറ്റീസിനെ എന്ത് ചെയ്യുന്നു, നിറവേറ്റുന്നു. പിന്നെ അതിനകത്ത് എന്തൊക്കെയാണ് കളക്ട് ചെയ്യുന്നത്, കളക്ട് ആൻഡ് സ്റ്റോർസ് എന്നുള്ളത് അത് നോക്കി വെക്കുക.
ഇനി അതിന്റെ ഒപ്പം തന്നെ വരുന്നുണ്ട് കേട്ടോ താഴെ അഡ്മിഷൻ ഡിസ്ചാർജ് ട്രാൻസ്ഫർ ഒക്കെ ഈസി ആക്കാൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഡിസ്ചാർജ് സമ്മറി നമുക്ക് പെട്ടെന്ന് ഇതാക്കുന്നു. അതുപോലെ സ്മൂത്ത് ഡിസ്ചാർജ് ഇതാക്കുന്നു. അതേസമയം തന്നെ റെക്കോർഡ്സുകൾ അല്ലെ സെയിം ടൈം റെക്കോർഡ്സ് ആൻഡ് ജനറേറ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സുകളൊക്കെ സൂക്ഷിക്കാനായിട്ട് സഹായിക്കുന്നു. പിന്നെ നമ്മൾ പറഞ്ഞേക്കുന്നത് ഡിഫോൾട്ട് എലിമിനേറ്റ് ദ നീഡ് ടു ദോസ് ഡീറ്റെയിൽസ് ഓൺ എല്ലാ വിസിറ്റിലും നമ്മൾ കൊടുക്കുന്ന ഡീറ്റെയിൽസ് അത് കൊടുക്കുന്നത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നു. പിന്നെ അതൊന്ന് അടുത്ത സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. HMS enable doctors and the staff to focus more on treatment than administrative work. ആ സെന്റൻസ് ഒന്ന് നോട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക് ചെയ്യുമ്പോൾ നമുക്ക് അപ്പോയിന്റ്മെന്റുകൾ ഈസി ആയിട്ട് സെൻഡ് ചെയ്യാൻ, ലാബ് ടെസ്റ്റുകൾ ഓർമ്മപ്പെടുത്താൻ, ഫോളോ അപ്പുകൾ നമുക്ക് ഓർമ്മിക്കാനായിട്ട് മീനിങ് ആയിട്ടുള്ള ഒരു ദീർഘകാല ബന്ധങ്ങൾ സൃഷ്ടിക്കാനും കഴിയും. ഓക്കെ, ഇനി അടുത്തതാണ് ഫെസിലിറ്റി മാനേജ്മെന്റ്, മൂന്നാമത്തെ കേട്ടോ. ഫെസിലിറ്റി മാനേജ്മെന്റ്. Facility management. To facilitate a smooth experience for patient, it is necessary for staff to have easy access to necessary hospital records. Okay, നമുക്ക് നല്ലൊരു പേഷ്യൻസിന് നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് അല്ലെ, നല്ലൊരു അനുഭവം നമ്മൾ ഈ ഹോസ്പിറ്റലിൽ നിന്ന് എല്ലാം നല്ല പെട്ടെന്ന് കിട്ടുന്നതിന് എന്ത് വേണം, നമുക്ക് എന്ത് വേണം, സ്റ്റാഫിന് ഹോസ്പിറ്റൽ റെക്കോർഡ്സ് ഈസി ആയിട്ട് അവൈലബിൾ ആക്കിയാലേ ആ സ്റ്റാഫിന് അതിനുള്ള സൗകര്യം കൊടുക്കണം അല്ലെ. ഫെസിലിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ സൗകര്യങ്ങൾ അല്ലെ, ഹോസ്പിറ്റലിലെ ഫെസിലിറ്റി സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ. ഫെസിലിറ്റി മാനേജ്മെന്റ്. അപ്പൊ എന്ത് വേണമെന്നാ പറഞ്ഞേക്കണേ, നമുക്കൊരു നല്ലൊരു അനുഭവം ഹോസ്പിറ്റലിൽ നിന്ന് തന്നെങ്കിൽ എന്ത് വേണം, ഇറ്റ് ഈസ് നെസസറി, അത്യാവശ്യമാണ് എന്ത്, ഫോർ സ്റ്റാഫിന് ടു ഹാവ് എ ഈസി ആക്സസ് ടു നെസസറി ഹോസ്പിറ്റൽ റെക്കോർഡ്സ് അല്ലെ. സ്റ്റാഫിന് ഹോസ്പിറ്റൽ റെക്കോർഡ്സ് ഈസി ആയിട്ട് അവൈലബിൾ ആക്കിയാൽ അവർക്ക് വേഗം വേഗം കാര്യങ്ങൾ ചെയ്തു തരാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ സ്റ്റാഫിന് ആ റെക്കോർഡ്സ് ഈസി ആയിട്ട് അവൈലബിൾ ആക്കിയാലാണ് നമുക്ക് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുള്ളൂ അല്ലെ. അല്ലെങ്കിൽ അവിടെ ലാഗ് വരും. ഈ സ്റ്റാഫിന് ആ ഹോസ്പിറ്റൽ റെക്കോർഡുകൾ നമ്മൾ ചെന്നു നമുക്ക് പെട്ടെന്ന് അവർക്ക് അവൈലബിൾ ആക്കിയാലേ നമുക്ക് വേഗം വേഗം കാര്യങ്ങൾ ചെയ്തു തരാൻ പറ്റുള്ളൂ. നോക്കിയേ, a facility management module of HMS help you to keep the record of bed availability. നമുക്ക് അറിയാൻ പറ്റൂല, നേരെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ഫെസിലിറ്റി, അതായത് നമുക്ക് എന്താ പറയാ ബെഡ് അവൈലബിൾ ആണോ. ഇപ്പൊ സ്റ്റാഫുകൾക്കാണെങ്കിൽ നമ്മളൊരു അവിടെ ഒരു അഡ്മിഷൻ ആയി, അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ സിസ്റ്റത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഫെസിലിറ്റി മാനേജ്മെന്റ് ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബെഡ് അവൈലബിലിറ്റി അറിയാൻ പറ്റൂലേ. ഇന്ന റൂമിൽ എത്ര ബെഡ് അവൈലബിൾ ആണ് നേരെ സിസ്റ്റത്തിൽ നോക്കിയാൽ പറയാൻ പറ്റും. ഒക്യുപ്പൻസി സ്റ്റാറ്റസ് ഓഫ് ദ റൂം വിത്ത് സ്പെഷ്യലൈസ്ഡ് കെയർ. പിന്നെ എല്ലാവർക്കും ഒരുപോലത്തെ റൂം അല്ല അവിടെ കൊടുക്കുന്നത് അല്ലെ. ചിലപ്പോ സ്പെഷ്യലൈസ്ഡ് കെയർ കൊടുക്കേണ്ട കേസുകൾ ഉണ്ടാവും. അപ്പൊ അവിടുത്തെ ഒക്യുപ്പൻസി സ്റ്റാറ്റസ്, ഇനി എത്ര ബെഡ് അവിടെ ബാക്കിയുണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ അവൈലബിൾ ആയിട്ട് എത്ര ബെഡ് ഉണ്ട്, അതിന്റെയൊക്കെ കാര്യങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ ഫെസിലിറ്റി മാനേജ്മെന്റ് എന്നുള്ള അതില് കീപ്പ് ചെയ്യുന്നത്. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ഫെസിലിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞ അതില് സൂക്ഷിക്കുന്നുണ്ട് അവര്. ഓക്കെ, occupancy status of the room with the specialized care and more. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഫെസിലിറ്റി മാനേജ്മെന്റ് മൊഡ്യൂൾ. ഫെസിലിറ്റി മാനേജ്മെന്റ് മൊഡ്യൂൾ HMSന്റെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ഫെസിലിറ്റി മാനേജ്മെന്റ് മൊഡ്യൂൾ കീപ്പ് ചെയ്യുന്നു. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടത് first sentence note ചെയ്തോട്ടോ. To facilitate a smooth experience of patient, it is necessary for staff to have a easy access to necessary hospital records. Okay, സ്റ്റാഫിന് ഈസി ആയിട്ട് ഹോസ്പിറ്റൽ റെക്കോർഡ് അവൈലബിൾ ആക്കണം. ഇനി ഫെസിലിറ്റി മാനേജ്മെന്റ് മൊഡ്യൂള് എന്തൊക്കെയാ കീപ്പ് ചെയ്യുന്നേ, അവിടുത്തെ ബെഡിന്റെ അവൈലബിലിറ്റി, ഒക്യുപ്പൻസി സ്റ്റാറ്റസ് ഓഫ് റൂം വിത്ത് സ്പെഷ്യലൈസ്ഡ് കെയർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതവിടെ ഫെസിലിറ്റി മാനേജ്മെന്റ് മൊഡ്യൂൾ കീപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? ഇനി നോക്കിയേ, to collect
all such information and make it easy available to the receptionist. കണ്ടോ എന്താ പറഞ്ഞേക്കുന്നേ? ആ റിസപ്ഷനിസ്റ്റിന് ആവശ്യമായിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ പെട്ടെന്ന് ഈസി ആയിട്ട് ശേഖരിക്കാനും ഇത് പറ്റുന്നു. നമ്മൾ ആദ്യം ഒരു കാര്യം പറഞ്ഞില്ലേ, നമ്മളിപ്പോ റിസപ്ഷനിസ്റ്റിനാണെങ്കിലും പെട്ടെന്ന് ചെയ്യാൻ പറ്റൂലേ? നമ്മൾ ചെന്നപ്പോ ബെഡ് അവിടെ അവൈലബിൾ ആണോ ഇപ്പൊ എന്നുള്ളതൊക്കെ നമുക്ക് പെട്ടെന്ന് അവർക്ക് എന്താ പറയാ എടുക്കാൻ പറ്റുന്നു അല്ലേ? പെട്ടെന്ന് അവർക്ക് എന്ത് ചെയ്യുന്നു? എടുക്കാൻ പറ്റുന്നു. അപ്പൊ റിസപ്ഷനിസ്റ്റിന്റെ ജോലി എളുപ്പമാക്കുന്നു. ഇറ്റ് കളക്ട് ഓൾ സച്ച് ഇൻഫർമേഷൻ, എല്ലാ ഇൻഫർമേഷനും അല്ലെ, ഫെസിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഇൻഫർമേഷൻ സിസ്റ്റത്തില് ഫെസിലിറ്റി മാനേജ്മെന്റ് മൊഡ്യൂളിൽ കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോ എന്താണ്? ഇറ്റ് ഈസിലി അവൈലബിൾ ടു ദ റിസപ്ഷനിസ്റ്റ്. അവർക്ക് ആ റിസപ്ഷനിസ്റ്റിന് പെട്ടെന്ന് തന്നെ അവൈലബിൾ ആണ് അല്ലെ? ഒറ്റ ക്ലിക്കിൽ അത് കിട്ടും, അവർക്ക് റിസപ്ഷനിസ്റ്റ് കിട്ടും. അപ്പൊ അങ്ങനെ റിസപ്ഷനിസ്റ്റിന്റെ ജോലി ഈസി ആക്കാൻ പറ്റുന്നു. ഇഫ് എ ഹോസ്പിറ്റൽ ഹാസ് എ ഡിഫറെന്റ് ഫെസിലിറ്റീസ്, ഹോസ്പിറ്റലിന് പല ഫെസിലിറ്റികളുണ്ട് അല്ലെ? ദെൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം കണക്ട് ദം ടു പ്രൊവൈഡ് ആൻ ഓവറോൾ പിക്ചർ. കണ്ടോ? അപ്പൊ മൊത്തത്തിൽ എല്ലാമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോ ഈ ഇങ്ങനെ എന്താ പറയാ, ഇതിന്റെ എല്ലാം മൊത്തത്തിലുള്ള ഒരു പിക്ചർ, ഫെസിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ സൗകര്യങ്ങൾ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ഓവറോൾ പിക്ചറും ഇത് പ്രൊവൈഡ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിയേ, ഫോർ എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ അവിടെ തന്നിട്ടുണ്ട് നമുക്ക്. നോക്കിയേ, ഡോക്ടേഴ്സ് ക്യാൻ ആക്സസ് പേഷ്യന്റ് ഡേറ്റ ഫ്രം എനി ഹോസ്പിറ്റൽ. ഡോക്ടറിന് ഏത് ഹോസ്പിറ്റലിൽ ഇരുന്നു കൊണ്ടും ഡേറ്റാസ് ആക്സസ് ചെയ്യാൻ പറ്റൂലേ? ഡോക്ടേഴ്സ് ക്യാൻ ആക്സസ് പേഷ്യന്റ് ഡേറ്റ ഫ്രം എനി ഹോസ്പിറ്റൽ. ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്നു, ഡോക്ടർ കണ്ടു, ഡോക്ടർ റെഫറൻസിനായിട്ട് വേറെ ഹോസ്പിറ്റലിലേക്ക് അയക്കുവാണെങ്കിൽ നമ്മൾ അവിടെ ആ ഹോസ്പിറ്റലിൽ ചെന്ന് കാണുമ്പോഴത്തേക്കും ആ ഡോക്ടറിന്റെ സിസ്റ്റത്തിലേക്ക് എന്താ പറയാ ആ ഇൻഫർമേഷൻ കിട്ടൂലേ? ഡോക്ടറിന് ഈസി ആയിട്ട് എടുക്കാൻ പറ്റൂല. അല്ലാതെ അവിടെ പോയി ആ ഡോക്ടറിനെ കണ്ട് നേരിട്ട് ചോദിച്ച കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ടോ? നേരെ സിസ്റ്റത്തിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. Doctors can access patient data from any hospital. ഏത് ഹോസ്പിറ്റലിൽ നിന്നാണെങ്കിലും പേഷ്യന്റിന്റെ ഡാറ്റ ഡോക്ടറിന് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്നു. The patient can visit any hospital in the basis of their convenience. നമുക്കുടെ കൺവീനിയൻസ് അനുസരിച്ച് അല്ലെ, നമുക്ക് അത് നമ്മുടെ ഇഷ്ടാനുസരിച്ച് എന്താണ്, all the records are available ഓൺലൈൻ. കണ്ടോ? എല്ലാ രേഖകളും നമുക്കിപ്പോ ഓൺലൈനിൽ കിട്ടും. എല്ലാ രേഖകളും ഓൺലൈനിൽ കിട്ടും അല്ലെ? പേഷ്യൻസിന് അവരുടെ കൺവീനിയൻസ് അനുസരിച്ച് അവരുടെ സൗകര്യാർത്ഥം ഏത് ഹോസ്പിറ്റലും സന്ദർശിക്കാം. ഇപ്പൊ നമ്മളൊന്ന് ചെന്ന് ഡോക്ടറെ കണ്ടു, നമുക്ക് അത് അത്ര തൃപ്തിയായില്ല, വേറെ ഹോസ്പിറ്റലിൽ ചെല്ലണമെങ്കിലും നമുക്ക് എന്താ, ഇപ്പൊ നമ്മൾ ആ ഡോക്ടറിനാണെങ്കിലും നമുക്ക് പ്രീവിയസ് ഇതൊക്കെ അറിയണമെങ്കിലും ഓൺലൈനായിട്ട് ആ പേഷ്യന്റിന്റെ റെക്കോർഡ് എടുക്കാൻ പറ്റും, അവൈലബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതെല്ലാം ഓൺലൈനിൽ നിന്ന് ലഭ്യമായത് കൊണ്ട് തന്നെ നമുക്ക് എന്താ, പേഷ്യൻസിന്റെ കൺവീനിയൻസ് അനുസരിച്ച് തന്നെ അവർക്ക് ഏത് ഹോസ്പിറ്റലിൽ വേണമെങ്കിലും സന്ദർശിക്കാം. മനസ്സിലായോ? അതാണ് ഒരു എക്സാമ്പിൾ അവിടെ തന്നേക്കണേ കേട്ടോ. എല്ലാത്തിന്റെ ഒരു ഓവറോൾ പിക്ചർ നമ്മള് ഈ ഫെസിലിറ്റി മാനേജ്മെന്റ് മൊഡ്യൂള് നമുക്ക് തരുന്നുണ്ട്. ഹോസ്പിറ്റലിലുള്ള പല ഫെസിലിറ്റികളുടെയും മൊത്തത്തിലുള്ള ഒരു പിക്ചർ കിട്ടുന്നുണ്ട്. എക്സാമ്പിൾ ആണ് ഡോക്ടറിന് പേഷ്യന്റിന്റെ ഡേറ്റ എവിടെ നിന്നും ഏത് ഹോസ്പിറ്റലിൽ നിന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ സ്വീകരിക്കാൻ പറ്റും. അപ്പൊ എന്താണ്, പേഷ്യന്റിന് അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ഏത് ഹോസ്പിറ്റലും നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും അല്ലെ? അവരുടെ സൗകര്യാർത്ഥം തന്നെ ഏത് ഹോസ്പിറ്റലിലും വിസിറ്റ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാ? നമ്മുടെ റെക്കോർഡ്സ് എല്ലാം ഓൺലൈനിൽ കിട്ടും, അതുകൊണ്ട് അല്ലേ? മനസ്സിലാവുന്നില്ലേ? ക്ലിയർ ആണോ? സനിൽ എവിടെ കമ്പിട്ടുണ്ട്? ഓക്കെ ആണ് അല്ലെ? നീതു വിട്ടിട്ടുണ്ട്. ഇനി നോക്കിയേ, സ്റ്റാഫ് മാനേജ്മെന്റ്. സ്റ്റാഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ എന്താ അതിനകത്ത് വരുന്നേ? ആ മൊഡ്യൂളിൽ എന്താ വരുന്നേ? സ്റ്റാഫ് മാനേജ്മെന്റ് മൊഡ്യൂളില് അപ്പൊ അതിനകത്ത് ആ സെന്റൻസുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്തിരുന്നു കേട്ടോ. ഫെസിലിറ്റി മാനേജ്മെന്റ് മൊഡ്യൂൾ എന്നുള്ളത് രണ്ടാമത്തെ ഫസ്റ്റ് സ്റ്റാൻസില് രണ്ടാമത്തെ സെന്റൻസ് എന്തൊക്കെയാണ് അതിനകത്ത് അവൈലബിൾ ആക്കുന്നത് എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ റിസപ്ഷനിസ്റ്റിന് ഇതിന്റെ ജോലി എളുപ്പമാക്കാൻ പറ്റും എന്നുള്ളത്. പിന്നെ നോക്കിയേ, സ്റ്റാഫ് മാനേജ്മെന്റ്. സ്റ്റാഫ് മാനേജ്മെന്റ് അപ്പൊ സ്റ്റാഫിന്റെ കാര്യങ്ങളല്ലേ?
സ്റ്റാഫിന്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇതൊക്കെയാണ് അതിനകത്ത് സ്റ്റാഫ് മാനേജ്മെന്റ് മൊഡ്യൂളിൽ വരുന്നത്. ഏതൊരു ഹോസ്പിറ്റലിലും സ്റ്റാഫിന്റെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റാ? അവിടുത്തെ റിസോഴ്സ് സ്റ്റാഫിന്റെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റ്? HR. വെരി ഗുഡ്. HR ആണ് അല്ലെ. ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് സ്റ്റാഫിന്റെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത് അല്ലെ. കമ്പനിയുടെ വർക്കേഴ്സ്, കമ്പനി ആണെങ്കിലും ഹോസ്പിറ്റൽ ആണെങ്കിലും സ്റ്റാഫിന്റെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന HR ഡിപ്പാർട്ട്മെന്റ് ആണ്. Okay, the staff management module facilitate a concrete solution to the HR department. ഒരു HR ഡിപ്പാർട്ട്മെന്റിന് ഒരു കൃത്യമായ പരിഹാരം ഈ സ്റ്റാഫ് മാനേജ്മെന്റ് മൊഡ്യൂള് എന്ത് ചെയ്യുന്നു? സൗകര്യം ഒരുക്കുന്നു. അതിനുള്ളൊരു നല്ലൊരു സൗകര്യം കൊടുക്കുന്നു. ഓക്കെ, ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ അത്. The staff management module facilitate a concrete solution to the HR department. HR department, human resource ഡിപ്പാർട്ട്മെന്റിന് ഈ സ്റ്റാഫ് മാനേജ്മെന്റ് മൊഡ്യൂള് എന്താ പറയാ കൃത്യമായിട്ടുള്ള ഒരു സൊല്യൂഷൻ, ഒരു പരിഹാരം നൽകുന്നു. Then it includes എന്തൊക്കെയാ പറയുന്നേ? റെക്കോർഡ്സ് ഓഫ് ദ ഹോസ്പിറ്റൽ സ്റ്റാഫ്. ഇത് ചോദിക്കാറുണ്ട് കേട്ടോ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. ഇത് ഏതാണ് സ്റ്റാഫ് മാനേജ്മെന്റ് മൊഡ്യൂള് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളാണെന്ന്. റെക്കോർഡ്സ് ഓഫ് ഹോസ്പിറ്റൽ സ്റ്റാഫ് അല്ലെ, ഹോസ്പിറ്റലിൽ എത്ര സ്റ്റാഫ് ഉണ്ട്, അവരുടെ ഡീറ്റെയിൽ, അങ്ങനെയുള്ള റെക്കോർഡ്. ജോബ് ഡിസ്ക്രിപ്ഷൻ, ഓരോരുത്തർക്കുടെ ജോബ് തൊഴിൽ അല്ലെ, ജോലിയായിട്ട് ബന്ധപ്പെട്ടുള്ള വിവരങ്ങള്. സർവീസ് ഡൊമൈൻസ്, സർവീസിന്റെ കാര്യങ്ങള്. ആൻഡ് അതർ ഇമ്പോർട്ടന്റ് ഡീറ്റെയിൽസ്, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഡീറ്റെയിൽ, അതായത് പേഷ്യന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡീറ്റെയിൽസ് ഒക്കെ എന്ത് ചെയ്യുന്നു? അങ്ങനെയുള്ള റെക്കോർഡ്സുകളൊക്കെ ഈ സ്റ്റാഫ് മാനേജ്മെന്റ് മൊഡ്യൂളിൽ വരുന്നതാണ്. അപ്പൊ 2 സെന്റൻസും അതിൽ അണ്ടർലൈൻ ചെയ്തിടാം. Okay, it will help you to realize your staff without going through a heavy bundle of files. ഇത് നോക്കിയേ, ഇതെന്താ? It will help you to realize your staff. സ്റ്റാഫിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നു അല്ലേ? സ്റ്റാഫിനെ നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുന്നു. എങ്ങനെയാ? without going through a heavy bundle of file. ഒരു വലിയ ബണ്ടിലിൽ കൂടെ, ഫയലിൽ കൂടെ കടന്നു പോകാതെ, അല്ലെങ്കിൽ ഓരോ സ്റ്റാഫിനും ഓരോ ഫയൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ആ സ്റ്റാഫിന്റെ കാര്യം നോക്കണമെങ്കിൽ ആ ബണ്ടില്, ആ ഫയൽ മുഴുവൻ എടുത്ത് നോക്കണം അല്ലെ. ഇതിപ്പോ അങ്ങനെ വേണോ? ഒറ്റ ക്ലിക്കില് മതി ആ സ്റ്റാഫുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ, സ്റ്റാഫിന്റെ പേര്, ഡീറ്റെയിൽസ്, ഏത് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നു, അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ അല്ലെ, സർവീസ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ നമുക്ക് ഒറ്റ ക്ലിക്കിൽ നമുക്ക് കിട്ടും. അപ്പൊ ആ ഹെവി ബണ്ടിലിൽ കൂടെ പോണ അത് വേണോ? അതിൽ കൂടെ പോകാതെ തന്നെ ഓരോ സ്റ്റാഫിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റൂലേ അല്ലേ? ആ ഒരു ഫയലൊന്നും നോക്കാതെ തന്നെ ഓരോ സ്റ്റാഫിനെ നമുക്ക് റിയലൈസ് ചെയ്യാൻ സഹായിക്കുന്നു. അഡീഷണലി അതിന്റെ ഒപ്പം തന്നെ എന്താ? ഇറ്റ് എനേബിൾ us to plan the hearing process based on the requirement of the process. അല്ലെ, ഹോസ്പിറ്റലിന്റെ ആവശ്യകതകളെ അടിസ്ഥാനമാക്കിയിട്ട് അവിടെ നിയമന പ്രക്രിയ, ഹിയറിംഗ് പ്രോസസ് അല്ലെ, സ്റ്റാഫുകളെ നിയമിക്കുന്ന ആ നിയമന പ്രക്രിയ ആസൂത്രണം ചെയ്യാനും ഇത് പ്രാപ്തമാക്കുന്നു. മനസ്സിലായോ? ഇത് കൂടാതെ തന്നെ ഓരോ സ്റ്റാഫിനെയൊക്കെ നിയമിക്കണ്ടേ? അപ്പൊ നമുക്ക് അതിനകത്ത് നോക്കി അറിയാൻ പറ്റുമല്ലോ അല്ലെ, ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് ഇപ്പൊ വേക്കന്റ് ആയിട്ടുള്ളത്. ഇപ്പൊ ഒരു സ്റ്റാഫ് അവിടെ പോയി, അപ്പൊ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ്, അപ്പൊ അവിടേക്കാണ് ആ ഒരു വേക്കന്റ് ഉള്ളത് അല്ലേ. അപ്പൊ അതിനകത്ത് സിസ്റ്റത്തിൽ നോക്കി പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു പൊസിഷനിലേക്ക് നമുക്ക് പുതിയ സ്റ്റാഫിനെ അവിടെ നിയമിക്കാൻ പറ്റും. ഹിയറിംഗ് അല്ലെ, അങ്ങനെ നിയമന പ്രക്രിയ അല്ലെ, അത് അതിന്റെ അതായത് ഹോസ്പിറ്റലിന്റെ ആവശ്യകതകളെ, നീഡ്സ്, ഹോസ്പിറ്റലിന്റെ ആവശ്യകതകളെ അടിസ്ഥാനമാക്കി ആ നിയമന പ്രക്രിയ ആസൂത്രണം ചെയ്യാനും ഇത് സഹായിക്കുന്നു. സ്റ്റാഫ് മാനേജ്മെന്റ്. ഓക്കെ, ഇനി അടുത്തത് 5ാമത്തെ സപ്ലൈ മാനേജ്മെന്റ് ആണ്. ഇത് ഇത്തിരി വലിയൊരു ചാപ്റ്റർ ആട്ടോ, നിങ്ങൾ നോക്കിയാൽ അറിയാം. പിന്നെ ഇത് നിങ്ങൾക്ക് മനസ്സിലായി പോകുന്നില്ലേ? സ്പീഡ് കൂടണ്ടോ? നമുക്ക് ഒരു പേജോ 2 പേജോ വെച്ചിട്ട് ഒരു ദിവസം തീർത്താൽ നമുക്ക് അങ്ങനെ പോകാൻ പറ്റില്ല കേട്ടോ. ഒരു മാക്സിമം 3 പേജ് നമുക്ക് നോക്കണം. എങ്കിലാണ് നമ്മുടെ ഒരു 5-6 ക്ലാസ് കൊണ്ടെങ്കിലും ഈ ചാപ്റ്റർ തീരുള്ളൂ. ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഇല്ല, ക്ലിയർ ആവുന്നില്ലേ? പറയുന്നത് ക്ലിയർ ആവുന്നില്ലേ? ഒരു 3 പേജ് വെച്ച് ഇനിയുള്ള ക്ലാസ്സുകളിൽ നമുക്ക് നോക്കി പോയാലാണ് നമുക്ക് ഈ ഒരു ചാപ്റ്റർ തീർക്കാൻ പറ്റുള്ളൂ. 1-2 പേജ് വെച്ച് വായിച്ചു കഴിഞ്ഞാൽ നമ്മള് ഈ 1 മാസം കഴിഞ്ഞാലും ഈ ഒരു ചാപ്റ്റർ തീരൂല. അതുകൊണ്ട് ഒരു 3 പേജ് വെച്ച് ഞാൻ എടുക്കും കേട്ടോ.
ഓക്കെ, ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ നമുക്ക് ഇത്തിരി സ്ലോ ചെയ്യാം. ഇതൊക്കെ എളുപ്പമുള്ളത് കൊണ്ട് പറഞ്ഞു പോണെയാണ് കേട്ടോ. ഇനി നോക്കിയേ, സപ്ലൈ മാനേജ്മെന്റ്. എ ഹോസ്പിറ്റൽ cannot afford to a short of മെഡിക്കൽ സപ്ലൈസ്. ഇനി നോക്കിയേ, ഈ ഹോസ്പിറ്റലിൽ നമുക്ക് മെഡിക്കൽ സപ്ലൈയുടെ ഷോർട്ടേജ് വരികയാണെങ്കിൽ നമുക്ക് താങ്ങാൻ പറ്റുമോ? അഫോർഡ് എന്ന് വെച്ചാൽ എന്താ? താങ്ങുക. സപ്ലൈ മാനേജ്മെന്റ്, സപ്ലൈ അപ്പൊ എന്താണ്? മെഡിസിൻസ് അല്ലെ, ഹോസ്പിറ്റലിലെ സപ്ലൈയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങള്, അതാണ് സപ്ലൈ മാനേജ്മെന്റ് മൊഡ്യൂള് ഹാൻഡിൽ ചെയ്യുന്നത്. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിലെ സപ്ലൈ മാനേജ്മെന്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ മെഡിസിൻസ് അങ്ങനെയുള്ള സപ്ലൈകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അവിടെ മാനേജ് ചെയ്യുന്നത് കേട്ടോ. നോക്കിയേ, a hospital cannot afford to be short of medical supplies. മെഡിക്കൽ സപ്ലൈസിന്റെ ഷോർട്ടേജ് ഹോസ്പിറ്റലിൽ താങ്ങാൻ പറ്റില്ല. പിന്നെ എമർജൻസി ആയിട്ട് നമ്മൾ മരുന്ന് ചെല്ലുമ്പോ അവിടെ അവൈലബിൾ അല്ലെങ്കിലോ പ്രശ്നമാവില്ലേ? അപ്പൊ അതുകൊണ്ട് ഷോർട്ടേജ് ഒരിക്കലും വരാൻ പാടില്ല. എപ്പോഴും, പ്രത്യേകിച്ച് എമർജൻസി ഫാർമസിയിലൊക്കെ നമ്മൾ പഠിച്ചതാ അല്ലെ, എമർജൻസി മരുന്നുകൾ ഷോർട്ടേജ് ഇല്ലാതെ തന്നെ എപ്പോഴും അവിടെ അഡിക്വേറ്റ് സ്റ്റോക്ക് വേണമെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്താ പറയാ, അങ്ങനെ സപ്ലൈകളുടെ ഷോർട്ടേജ് ഹോസ്പിറ്റലിന് താങ്ങാൻ പറ്റില്ല. നോട്ട് ഹാവിംഗ് ദ മെഡിസിൻ അറ്റ് ദ റൈറ്റ് ടൈം അറ്റ് എ മൈനർ ഡിലേ ഇൻ റീഫിൽ ക്യാൻ ലീഡ് ടു സിവിയർ റിസൾട്ട് അല്ലെ. ഇപ്പൊ നമുക്ക് ആവശ്യത്തിന് മെഡിസിൻ ഇല്ലെങ്കിലോ, ശരിയായ സമയത്ത് എടുക്കാനായിട്ട് ആവശ്യത്തിന് മെഡിസിൻ ഇല്ലെങ്കിലോ, അല്ലെങ്കിൽ മൈനർ ഡിലേ ഇൻ റീഫിൽ ക്യാൻ ലീഡ് ടു സർവീസ് റിസൾട്ട്. അതിന് എന്തെങ്കിലും റീഫിൽ ചെയ്യുന്നതിലേ, ഇപ്പൊ മെഡിസിൻ തീർന്നു പോയി, അത് പുതിയ സ്റ്റോക്ക് നമ്മുടെ വല്ല അല്ലെ, അത് റീഫിൽ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡിലേ വന്നാലോ എന്താ സംഭവിക്കുക? ശരിയായ സമയത്ത് സ്റ്റോക്ക് ഇല്ലെങ്കിലോ, അല്ലെങ്കിൽ റീഫിൽ ചെയ്യുന്നതിൽ താമസം വരുവാണെങ്കിൽ എന്ത് പറ്റും? സിവിയർ റിസൾട്ട്. അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഗുരുതരല്ലേ. എമർജൻസി ആയിട്ട് ഇപ്പൊ വേണ്ട മരുന്ന് അവിടെ ഇല്ലാതെ വന്ന ആ പേഷ്യന്റിന് മരണം വരെ സംഭവിക്കാം. അപ്പൊ അങ്ങനെ എന്താ പറയാ, സിവിയർ റിസൾട്ട്, അതൊരു ഭയങ്കര എന്താ പറയാ, സിവിയർ ഗുരുതരമായിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടാകും കാരണമാകും. The supply management factor of HMS tracks the availability of medical stock. ഒന്നാണ് ചെയ്തേ. The supply management factor of manufacture of the HMS track the availability of medical stock. Medical stock in the availability track ചെയ്യുന്നു. അപ്പൊ നമുക്ക് നേരെ സിസ്റ്റത്തിലേക്ക് കയറി നോക്കി അറിയാൻ പറ്റുമല്ലോ അല്ലെ, ഏതൊക്കെ മെഡിസിൻസ് ആണ് ഇവിടെ ഷോർട്ടേജ് പോലെ ഉള്ളത്. അപ്പൊ തന്നെ നമ്മൾ അത് റീഫില് ചെയ്യാനുള്ള കാര്യം നോക്കണം അല്ലെ. അല്ലെങ്കിൽ അപ്പൊ എപ്പോഴും നമുക്ക് ആ സിസ്റ്റത്തിൽ വേഗം നോക്കി തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. To keep the determined minimum quantity of the supply required without any hassle. അതാണ് ഒരു ബുദ്ധിമുട്ടും കൂടാതെ തന്നെ നമുക്ക് കറക്റ്റ് മിനിമം ക്വാണ്ടിറ്റി സപ്ലൈസ്, നമുക്ക് ആവശ്യത്തിനുള്ള മിനിമം ക്വാണ്ടിറ്റിയിലുള്ള സപ്ലൈകൾ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ഇല്ലേ? ഇല്ലേ? ഈ സിസ്റ്റത്തിൽ നമ്മൾ പെട്ടെന്ന് നോക്കുന്നു, ഷോർട്ടേജ് പോലെ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ കുറവായി കാണാം, അപ്പൊ തന്നെ ഓർഡർ ചെയ്ത് അത് തീർന്നേക്കാൾ മുന്നേ നമുക്ക് അവിടെ ലഭ്യമാക്കാൻ പറ്റും. ഇറ്റ് റെക്കോർഡ്സ് ദ പർച്ചേസ് റേറ്റ്. ഇത് എന്തൊക്കെയാ പറഞ്ഞേക്കുന്ന റെക്കോർഡ് ചെയ്യുന്ന? പർച്ചേസ് ഡേറ്റ് എന്നാണ്. ഇപ്പൊ നമ്മൾ പർച്ചേസ് ഇനി എന്നത്തേക്ക് വേണം, ആ പർച്ചേസ് ഡേറ്റ് റെക്കോർഡ് ചെയ്യാം. ക്വാണ്ടിറ്റി കൺസ്യൂംഡ്, എത്രത്തോളം ക്വാണ്ടിറ്റി നമുക്ക് വേണം, മരുന്നുകൾ എത്ര ക്വാണ്ടിറ്റിയിൽ അല്ലെങ്കിൽ എത്ര എണ്ണം വേണം, എത്ര ക്വാണ്ടിറ്റിയിൽ വേണം, ആൻഡ് സപ്ലയർ ഡീറ്റെയിൽസ്, സപ്ലയറിന്റെ ഡീറ്റെയിൽ, ഇതെല്ലാം സിസ്റ്റത്തില് സൂക്ഷിക്കുന്നു, റെക്കോർഡ് ചെയ്യുന്നു. ഒന്ന് നോട്ട് ചെയ്തിട്ടത് പർച്ചേസ് ഡേറ്റ്, ക്വാണ്ടിറ്റി കൺസ്യൂംഡ് ആൻഡ് സപ്ലയർ ഡീറ്റെയിൽ, സപ്ലയറിന്റെ ഡീറ്റെയിൽ, ഇതെല്ലാം സിസ്റ്റത്തില് റെക്കോർഡ് ചെയ്യുന്നു, സൂക്ഷിക്കുന്നു. You can calculate a forecast the next purchase. ഇതനുസരിച്ച് നമുക്ക് നെക്സ്റ്റ് പർച്ചേസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റൂലേ അല്ലെ? പർച്ചേസ് ഡേറ്റ് നോക്കി, അപ്പൊ ഡേറ്റ് ആവാറായി അല്ലേ, അപ്പൊ അടുത്ത പർച്ചേസ് നമുക്ക് എന്നത്തേക്ക് വേണമെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നു. ആൻഡ് റീ ഓർഡർ ബിഫോർ ദ സ്റ്റോക്ക് ഗോസ് ഷോർട്ട്. നമുക്കത് ആ മെഡിസിൻ ഷോർട്ട് ആവുന്നതിന് മുന്നേ, അതിന്റെ ഷോർട്ടേജ് വന്നേക്കാൾ മുന്നേ തന്നെ നമുക്ക് റീ ഓർഡർ ചെയ്യാം അല്ലേ? റീ ഓർഡർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് പർച്ചേസ് നമുക്ക് മുൻകൂട്ടി ഫോർകാസ്റ്റ് ചെയ്യുക, നമുക്കത് വീണ്ടും ഓർഡർ ചെയ്യാനോ ഒക്കെ പറ്റും അല്ലെ? മുൻകൂട്ടി കണ്ട് നമുക്ക് നെക്സ്റ്റ് പർച്ചേസ് റീ ഓർഡർ നമുക്ക് സ്റ്റോക്ക് തീരുന്നതിന് മുന്നേ നമുക്ക് ചെയ്യാൻ പറ്റും. It also provides
the details of the medicine available so that doctors can prescribe the ones in stock. ഇനി ഒരു കാര്യം കൂടി അവിടെ പറയുന്നുണ്ട്. Okay, it also provides the detail of the medicine. മെഡിസിന്റെ ഡീറ്റെയിൽ പ്രൊവൈഡ് ചെയ്യുന്നു. എങ്ങനെയാ? അവൈലബിൾ ആയിട്ടുള്ള മെഡിസിന്റെ ഡീറ്റെയിൽ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോഴോ ഇപ്പൊ നമുക്ക് ഇതിനകത്ത് നോക്കി അറിയാം അല്ലെ, നമ്മുടെ ഫാർമസിയില്, ഹോസ്പിറ്റലിലെ ഫാർമസിയില് അവൈലബിൾ ആയിട്ടുള്ള മെഡിസിൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഡോക്ടേഴ്സിന് എന്ത് പറ്റുന്നു? സോ ദാറ്റ് ദ ഡോക്ടേഴ്സ് ക്യാൻ പ്രിസ്ക്രൈബ് ദ വൺസ് ഇൻ സ്റ്റോക്ക്. അപ്പൊ ഡോക്ടറിന് ജസ്റ്റ് അത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ആ ഫാർമസിയിൽ അവൈലബിൾ ആയിട്ടുള്ള മരുന്നുണ്ടോ അല്ലെ, അങ്ങനെ ആ മരുന്ന് ഡോക്ടറിന് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റൂലേ അല്ലെ? അപ്പൊ ഡോക്ടറിന് ജസ്റ്റ് അതായത് ഡോക്ടർ എന്ത് ചെയ്യുന്നു? നമ്മൾ പഠിച്ചാണ് ഫാർമസിയിൽ കുറച്ചല്ലേ സ്റ്റോക്ക്, ഇതിനകത്ത് മെഡിസിൻ സ്റ്റോക്ക്, അല്ലെങ്കിൽ അപ്പൊ അവൈലബിൾ ആയിട്ടുള്ള മെഡിസിൻ ഏതാന്ന് വെച്ചാൽ അത് ഡോക്ടറിന് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റും അല്ലേ? പഠിച്ചതാണ്. അതെ, വെരി ഗുഡ്. നമ്മള് ഫാർമസിയിൽ ഇത് പഠിച്ചതാണ്. അതാണ് സ്റ്റോക്ക് ഔട്ട്, ആ സ്റ്റോക്കിന്റെ ഇതൊക്കെ നമ്മൾ പറഞ്ഞത് അല്ലെ? അപ്പൊ നമുക്ക് ഇതും ഈ സിസ്റ്റം വഴി നമുക്ക് സപ്ലൈ മാനേജ്മെന്റ് മൊഡ്യൂൾ വഴി നമുക്ക് ഇതും പറ്റും. ഇപ്പൊ ഡോക്ടേഴ്സിന് ജസ്റ്റ് അതൊന്ന് നോക്കിക്കഴിഞ്ഞാല് ഇപ്പൊ ഫാർമസിയിൽ അവിടെ അവൈലബിൾ ആയിട്ടുള്ള മെഡിസിൻ ഏതാന്ന് അറിയാൻ പറ്റും. അതനുസരിച്ച് ഡോക്ടറിന് ആ മെഡിസിൻ എന്ത് ചെയ്യാൻ പറ്റും? പ്രിസ്ക്രൈബ് ചെയ്യാനും പറ്റും. അപ്പൊ നമ്മൾ ഇന്ന് 5 പോയിന്റ് പഠിച്ചിട്ടുണ്ട് കേട്ടോ. സപ്ലൈ മാനേജ്മെന്റ് എന്ന് പറയും. ഇതെല്ലാം നമ്മുടെ കമ്പോണൻസ് ആണ്. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ കമ്പോണൻസ്. അതായത് ഇതിലെല്ലാം ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിൽ ഇതെല്ലാം ഓരോ മൊഡ്യൂളാണ്. അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ ഉണ്ട്. പേഷ്യന്റ് മാനേജ്മെന്റ് മൊഡ്യൂൾ, പേഷ്യന്റിന്റെ കാര്യങ്ങൾ അല്ലെ, പേഷ്യന്റിന്റെ കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വന്നേക്കുന്നത്, ആ മൊഡ്യൂളിൽ പറഞ്ഞേക്കുന്നത്. ഫെസിലിറ്റി മാനേജ്മെന്റ് ഉണ്ട്. പിന്നെ സ്റ്റാഫിന്റെ കാര്യങ്ങൾ, എത്രത്തോളം സ്റ്റാഫ് അവൈലബിൾ ആണ്, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഉണ്ട് അത്. പിന്നെ അടുത്തത് സപ്ലൈ മാനേജ്മെന്റ്. 5 പോയിന്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. നെക്സ്റ്റ് ഡേ നോക്കാം. ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? ഇനി ഒരു പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ ഓക്കെ അല്ലേ? എല്ലാവരും ഇന്ന് തന്നെ വായിക്കണം കേട്ടോ. ഇന്ന് തന്നെ വായിച്ചു വെക്കുക. നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്നത് നിങ്ങൾ തന്നെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാ. കുറച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് നിങ്ങളൊന്ന് നോക്കി വെക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.